നിങ്ങൾക്ക് തെളിവുമല്ല. രണ്ടാമത് കൊണ്ടുവന്ന ഹദീസുകൾ ലഈഫാണ്, ദുർബലമാണ്, അല്ലെങ്കിൽ മൗദൂ ആണ്, നിർമ്മിതമാണ്. വിഷയവുമായി ബന്ധമുണ്ടാകും, വിഷയവുമായി ബന്ധമുണ്ടാകും, പക്ഷെ സ്വഹീഹല്ല. ഒന്നുകിൽ ലഈഫ് അല്ലെങ്കിൽ മൗദൂ, നിർമ്മിതമായത്. അതാണ് പിന്നെ അവർ സാധാരണ കൊണ്ടുവരുന്ന ഹദീസുണ്ട്, വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ. നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ മുഹമ്മദ് നബിയെ കൊണ്ട് ഇസ്തിഗാസ ചെയ്തു, അങ്ങനെ രക്ഷപ്പെട്ടു വെള്ളപ്പൊക്കത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന്. നമ്മളെന്താ പറയാ, ആ ഹദീസ് മൗദൂ ആണ്, നിർമ്മിതമാണ്. അങ്ങനെ സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. അവിടെ നമ്മൾ സ്വഹീഹ് ആണെങ്കിൽ എന്ന് പറയാറില്ല. എന്തുകൊണ്ട്? സ്വഹീഹ് ആണെങ്കിൽ തെളിവാണ്. നൂഹ് നബി മുഹമ്മദ് നബിയെ കൊണ്ട് ഇസ്തിഗാസ ചെയ്തു എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നാൽ പിന്നെ നമുക്കും ചെയ്യാം. പക്ഷെ പഠിപ്പിച്ചു തന്നിട്ടില്ല, സ്ഥിരപ്പെട്ടിട്ടില്ല. അത് നിർമ്മിതമാണ്. പിൽക്കാലത്ത് ആരോ വ്യാജമായി കെട്ടിച്ചമച്ച് പ്രചരിപ്പിച്ചതാണ്. അതുകൊണ്ട് സ്വഹീഹ് അല്ല എന്ന് നമ്മൾ പറയും, സ്വഹീഹ് ആണെങ്കിൽ എന്ന് പറയാറില്ല. മൂന്നാമത് റിപ്പോർട്ട് ദുർബലമാണ്, വിഷയവുമായി ബന്ധവുമില്ല. ദുർബലമാണ്, വിഷയവുമായി ബന്ധവുമില്ല. സ്വഹീഹ് ആണെങ്കിൽ പോലും തെളിവാക്കാൻ പറ്റൂല എന്നർത്ഥം. അതിൽ പെട്ടതായിരുന്നു ഇബ്നു ഉമറിന്റെ കാല് ധരിച്ചപ്പോൾ യാ മുഹമ്മദ് എന്ന് വിളിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ കാല് ധരിച്ചു. അപ്പോൾ ഒപ്പുള്ള ആള് പറഞ്ഞു, ഉദ്കുർ അഹബ്ബൻ നാസിലേക്ക്, ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ നീ ഓർക്കുക. അപ്പോൾ അദ്ദേഹം മുഹമ്മദ് അല്ലെങ്കിൽ യാ മുഹമ്മദ് എന്ന് പറഞ്ഞു. അപ്പോൾ കാലിൻ്റെ തരിപ്പ് മാറി. ഇതൊരു തെളിവാക്കാണ്. അലവി സഖാഫിക്ക് പുസ്തകത്തിൽ എഴുതി, അദ്ദേഹം എഴുതിയത് ഇബ്നു ഉമറിന്റെ കാലിന് കലശലായ വേദന അനുഭവപ്പെട്ടു. അദ്ദേഹം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ആവലാതി പറഞ്ഞു. അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ടവരെ വിളിക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെ മുഹമ്മദ് നബിയെ വിളിച്ച് ഇബ്നു ഉമർ പിന്നെ ശമനത്തിനായി ആവശ്യപ്പെട്ടു. അങ്ങനെ കാലിൻ്റെ വേദന സുഖപ്പെട്ടു എന്നാണ് അലവി സഖാഫി എഴുതി. തന്നെ അങ്ങനെ ആക്കി മാറ്റിയതിനെ നമ്മളെന്ത് പറഞ്ഞു, ഈ ഹദീസ് സ്വഹീഹ് അല്ല. വസങ്കടി സംവാദത്തിൽ പേരോട് മുസ്ലിയാർ കൊണ്ടുവന്നത്, അവിടെ വിശദമായി സക്കരിയ സ്വലാഹി പറഞ്ഞു, ഇത് സ്വഹീഹ് അല്ല. ഇനി സ്വഹീഹാന്ന് സങ്കല്പിക്കുക, എന്നാലും തെളിവല്ല. കാല് ധരിച്ചപ്പോൾ പ്രിയപ്പെട്ട ആളെ ഓർക്കുക എന്നാ പറഞ്ഞത്. പ്രിയപ്പെട്ടത് ആരുമാകാം. സ്വഹാബിക്ക് പ്രിയപ്പെട്ടത് അല്ലാഹുവിന്റെ റസൂലാണ്. അത് ആ നാട്ടിൽ ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ, മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ എല്ലാവരും സ്വീകരിച്ചിരുന്ന ഒരു രീതിയായിരുന്നു ആ നാട്ടിൽ അക്കാലത്ത്. ജാഹിയ കവികൾ കവിതയിൽ കാണാം, കാല് ധരിച്ചപ്പോൾ തൻ്റെ കാമുകയെ ഞാൻ ഓർത്തു, അപ്പോൾ എൻ്റെ തരിപ്പ് മാറി എന്ന് കാണാം. എന്നിട്ട് വസങ്കടി നമ്മൾ ചോദിച്ചു, ഇത് പ്രകാരം നീ കാമുകിയോട് ഇസ്തിഗാസ ചെയ്യാന്ന് മുസ്ലിയാക്കന്മാർ പറയോ എന്ന് കൂടെ നമ്മൾ ചോദിച്ചോടുന്നേ. അപ്പൊ ഇത് ഇസ്തിഗാസയല്ല, തേട്ടം അവിടെ ഇല്ല, അഭൗതികമായ ഒരു ആവശ്യപ്പെടലില്ല, ഭൗതികമായ ആവശ്യപ്പെടുന്നില്ല. പ്രിയപ്പെട്ട ഒരാളെ ഓർക്കുക, അപ്പോൾ മനസ്സിന് ശ്രദ്ധ അങ്ങോട്ട് തിരിയും. അങ്ങനെ മനസ്സിനെ ശ്രദ്ധ തെറ്റിച്ചിട്ട് ഈ ഒരു തരിപ്പിന് ഒരു ശമനം തേടുക എന്നതായിരുന്നു അവർ മനഃശാസ്ത്രമായി സ്വീകരിച്ച രീതിയായിരുന്നു അത്. അപ്പൊ സ്വഹീഹ് ആയിട്ടും കാര്യമില്ല, തെളിവാക്കാൻ പറ്റൂല. അതിൽപ്പെട്ട റിപ്പോർട്ടാണ് യാ ഇബാദല്ലാഹ് അഈനൂനി. വിജനപ്രദേശത്ത് എത്തിപ്പെട്ടാൽ, യാത്രാവാഹനം നഷ്ടപ്പെട്ടു പോയാൽ അള്ളാന്റെ അടിമകളെ നിങ്ങൾ തടഞ്ഞു വെക്കൂ, പിടിച്ചു വെക്കൂ എന്ന് പറഞ്ഞുകൊള്ളുക. പിടിച്ചു വെക്കാവുന്ന അടിമകൾ അള്ളാഹുവിനുണ്ട് ഹാജറായിട്ട് എന്നാണ് ഒരു പദം. രണ്ടാമതൊന്ന് വന്നത്, വിജനപ്രദേശത്ത് എത്തിപ്പെടുകയും നിങ്ങൾക്ക് ആവശ്യം നേരിടുകയോ വഴിതെറ്റുകയോ ചെയ്താൽ അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് പറയുക. തീർച്ചയായും നാം കാണാത്ത അടിമകൾ അള്ളാഹുവിനുണ്ട്. ഇതാണ് ഹദീസിൽ വന്ന പ്രയോഗം. ഹദീസ് സ്വഹീഹ് അല്ല, ദുർബലമാണ്, ദഈഫാണ്, സ്വീകരിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ അവൾ തെളിവാക്കി. എങ്ങനെ? നാം കാണാത്ത അടിമയുണ്ട്, ഹാജരായ അടിമയുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അത് അമ്പിയാക്കന്മാർ ആത്മാക്കളാണ്. ഒരു ഹാജരായാലും നമ്മൾ കാണൂല എന്നവർ വാദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് നിലയ്ക്ക്. ഒന്ന്, ഹദീസ് സ്വഹീഹ് അല്ല, ദുർബലമാണ്. ഇനി സ്വഹീഹാണ് സങ്കല്പിക്കുക, എന്നാലും നിങ്ങൾക്ക് തെളിവില്ല. അമ്പിയാക്കന്മാർ വിളിക്കാൻ തെളിവല്ല. ഇത് അഭൗതികമായ വിളിയുമല്ല. ഇത് അവിടെ ഉണ്ടായേക്കാനിടയുള്ള വല്ല ജിന്നോ മലക്കോ അല്ലാത്തോലോ ആരെങ്കിലും ആയിക്കോട്ടെ, അവിടെ വല്ലവനുണ്ടെങ്കിൽ ഓൻ വരട്ടെ എന്നേ ഉള്ളൂ. ആ അർത്ഥത്തിൽ അള്ളാഹിന്റെ അടിമകളെ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു ഓടി വരൂ എന്ന് പറയുന്നപ്പോൾ പറച്ചിൽ, അത് കേൾക്കുന്ന വല്ല മലക്കാളോ വല്ല ജിന്നാളോ അല്ലാത്തവരോ ആരെങ്കിലൊക്കെ വന്നേക്കാം എന്നേ അവിടെയുള്ളൂ. അതൊരിക്കലും മണഞ്ഞവനെ വിളിക്കാൻ തെളിവല്ല, ഗായിബിനെ വിളിക്കാൻ തെളിവല്ല, മരിച്ചവനെ വിളിക്കാൻ തെളിവല്ല, അഭൗതിക വിളി വിളിക്കാൻ തെളിവല്ല. ഇത് കേവലം ഭൗതികമായ വിളി മാത്രമേ ഉള്ളൂ. സ്വഹീഹ് ആണെങ്കിൽ തന്നെ അത്രയേ ഉള്ളൂ. അതാണ് യഥാർത്ഥ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ച.
ഇത് മുസ്ലിം ലോകം ഒന്നടങ്കം പറഞ്ഞു പോകുന്ന ഒരു മറുപടിയുമാണ്. ഞാൻ സാധാരണ പറയലുണ്ട്, അതിന് ഏറ്റവും നല്ല ഉദാഹരണം എല്ലാ സ്ഥലത്തും ഞാൻ പറയും, നിങ്ങൾക്ക് കേട്ടതിനായിരിക്കും, എന്നാലും പറയാ, ഒരു ചത്ത പോത്തിൻ്റെ കഥ ഉണ്ട്. ഒരു പോത്തിനെ പേപ്പട്ടി കടിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട ഉദാഹരണം തന്നെയാണ്. ഒരു പോത്തിനെ പേപ്പട്ടി കടിച്ചു. അങ്ങനെ പേ വിഷമേറ്റ് ഇതിങ്ങനെ ചാകാൻ കിടക്കുക. ഈ കഥയൊന്നും അറിയാത്തൊരു സുന്നി മുസ്ലിയാർ കത്തിയുമായി ഓടി വരിക. മൂപ്പര വിശ്വാസം എന്താ അറിയോ? ബിസ്മിൻ ചൊല്ലി ഇപ്പണ്ട് അറുത്ത് കഴിഞ്ഞാൽ ചാകണ മുമ്പ് നമുക്ക് കിട്ടിയല്ലോ, എന്നാ പിന്നെ നമുക്ക് എന്ത് ചെയ്യാ, അതിൻ്റെ മാംസം എടുത്ത് കുറുമക്കാലോ എന്നാ മൂപ്പര വാദം. അങ്ങനെ മൂപ്പര് കത്തിയും കൊണ്ട് ഓടി വരിക. അപ്പൊ വേറൊരുത്തൻ പറഞ്ഞു, ഉസ്താദേ ഇനി അത് പറ്റൂല, അത് ചത്തിട്ടുണ്ട്, ഇനി അത് എടുത്തിട്ട് കാര്യമില്ല, കുറുമക്കാൻ പറ്റൂല, ചത്തിട്ടുണ്ട്. ഉസ്താദ് ചത്തിട്ടില്ല, ഞാനിപ്പ കണ്ടതാ കാല് ഇളകണത്. ഇല്ല ചത്തു ഉസ്താദേ, നേരത്തെ കണ്ടു, പക്ഷെ അത് കഴിഞ്ഞു. ചത്തു ചത്തിയില്ല എന്നൊക്കെ തർക്കം നടക്കുക. അപ്പം മൂന്നാമതൊരുത്തൻ പറഞ്ഞു, ഉസ്താദേ അത് ചത്തു, ഇനി ചത്തിട്ടില്ല എന്ന് സങ്കല്പിക്കുക, എന്നാലും നിങ്ങൾ വിചാരിച്ച പണിക്കിത് പറ്റൂല, കുറുമക്കാൻ പറ്റൂല. എന്താ കാരണം? ഇത് പേപ്പട്ടി കടിച്ച പോത്താണ്. അപ്പൊ ജീവൻ ഉണ്ടെങ്കിലും കാര്യമില്ല. ഇപ്പൊ ജീവനില്ല, ശരി, ജീവൻ ഉണ്ടെന്ന് കൂട്ടുക, എന്നാലും നിങ്ങൾ വിചാരിച്ച പണിക്കിത് പറ്റൂല. അതാണ് യാഴിബാദല്ല. സ്വഹീ അല്ല, ജീവൻ പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തായാലും പറ്റൂല. സ്വഹീ ആണെന്ന് വെക്കുക, എന്നാലും ഇസ്തിഗാസക്ക് പറ്റൂല. എന്നിട്ട് ഈ ദുർബല ഹദീസും പിടിച്ചിട്ടാണല്ലോ നമുക്കിതേ ശിർക്കാരോപണമായിട്ട് വരുന്നത്. എത്ര അപകട സഹോദരന്മാരെ! ഒരു ലഈഫായ ഹദീസും പിടിച്ചിട്ട് എല്ലാവരുടെ മേലും ശിർക്കാരോപിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ അപകടമാണെന്നൊക്കെ. എന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കുക, എന്തിനാ ഈ ഹദീസിന്റെ അടുക്കുന്നത്? ആരാ ഈ ഹദീസും കൊണ്ട് അടുക്കുന്നത്? ഈ ദുർബല ഹദീസും കൊണ്ട് നടക്കുന്നത് ഇപ്പൊ ആരാ സമൂഹത്തിൽ? നമ്മളാണോ? ദുർബല ഹദീസും കൊണ്ട് നടന്നിട്ടാണ് എല്ലാവരും മുസ്ലിക്കാക്കുന്നത്, എല്ലാവരും ശിർക്കാരോപിക്കുന്നത്. എത്ര പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ വീട്ടിലും കുടുംബത്തിലും നാട്ടിലും പള്ളിയിലും സംഘടനയിലും എല്ലാം ഉണ്ടായി ഈ ദുർബല ഹദീസും കൊണ്ട് ഇറങ്ങിയിട്ട്. അപ്പൊ ഇത് ഒഴിവാക്കണം, ഇതുമായി വന്ന് ശിർക്കാരോപിക്കല്ല എന്നാ നമ്മൾ പറയണത്. ഞങ്ങൾ ഒഴിവാക്കൂല, ഞങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട് എന്ന്. അപ്പൊ ആരാ അതിന്റെ പിന്നാലെ പോണത്? നമ്മൾ പറയാം സ്വഹീ അല്ല, പറ്റൂല, ഇനി സ്വഹീ ആയാലും പറ്റൂല. ഇപ്പൊ ഓരോ കണക്കിനോ സ്വഹീ അല്ലെങ്കിലും നമുക്കിത് പലതിനും പറ്റുന്ന, ലഈഫാണ് എന്നാലും വേണ്ടില്ല, നമുക്കിതൊരു കാര്യമുണ്ട്. അവിടെയാണ് ഇപ്പം ഉള്ളത്. യഥാർത്ഥത്തിൽ ശിർക്ക് വലിയ ഗൗരവം തന്നെയാണ്. ഒരാളെ കുറിച്ച് ശിർക്ക് ആരോപിച്ചു കഴിഞ്ഞാൽ, കുഫ്ർ ആരോപിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഗൗരവം എത്രയാ. സലാം സലമി പറഞ്ഞു, ശിർക്കും കുഫ്റും സംഭവിക്കുന്ന, ശിർക്കും കുഫ്റും ആരോപിക്കുക എന്ന് പറഞ്ഞാൽ ആ ആരോപിക്കപ്പെടുന്നവരിൽ ഇല്ലെങ്കിൽ തിരിച്ചടിക്കുമത് ഗൗരവമായി നമ്മൾ കാണണം. അപ്പൊ ഏതായിരുന്നാലും ഈ റിപ്പോർട്ട് പ്രകാരം ഒരിക്കലും ജിന്നിനെ വിളിക്കാൻ തെളിവല്ല, സഹായം തേടാൻ തെളിവല്ല, ആ വക വിഷയമേ ഇല്ല. യാഇബാദ എന്ന് പറയാനും തെളിവില്ല, കാരണം അത് സ്വഹീഹല്ല. പക്ഷെ ഖുറാഫികളായ ആളുകൾ ഇത് ഇസ്തിഗാസ തെളിവാക്കിയപ്പോൾ കൊടുത്ത മറുപടിയാണ്: ഒന്ന്, സ്വഹീഹല്ല, ജീവനില്ല; രണ്ട്, ജീവൻ ഉണ്ടായിട്ടും കാര്യമില്ല, സ്വഹീ ആണെങ്കിലും പറ്റൂല. ചില മാസ്റ്റർമാർ മനസ്സിലാക്കിയത് ജീവൻ ഉണ്ടെങ്കിൽ കുറുമക്കാൻ പറ്റുന്ന, അതുകൊണ്ടാണ് ചോദിച്ചത് ചത്ത പോത്തോണ്ട് കുറുമക്കണോന്ന്. അപ്പൊ ഓല വാദം എന്താ? ജീവൻ ഉണ്ടെങ്കിൽ കുറുമക്കാന്നാ. നമ്മൾ പറഞ്ഞ ജീവൻ ഉണ്ടെങ്കിലും പറ്റൂലെന്നാ. അപ്പൊ ഏതെങ്കിലും ഖുറാഫി ഇതിന് ജീവൻ തെളിയിച്ചു കൊടുത്താൽ മൂപ്പൻ എന്താ ചെയ്യാ? ഇപ്പൊ സുന്നാൾ ഇഹ്റാം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്, ഇത് സ്വഹിയാൻ തെളിയിക്കാൻ വല്ല വകുപ്പുണ്ടോ നോക്കാൻ വേണ്ടി. നൗഷാദ് എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട് ഇത് ലഈഫാന്ന് പറയാൻ ഞങ്ങൾ സമ്മതിക്കൂല, ഞങ്ങൾ തെളിയിച്ചു തരാം സ്വഹിയാണ് എന്ന്. കഴിയൂലവരെ കൊണ്ട് അത് വേറെ വിഷയം. കാരണം നെല്ലിക്കുത്ത് പണ്ടേ എഴുതിച്ചിട്ടുണ്ട് സ്വഹിയല്ലാന്ന്. കഴിയണേ മൂപ്പര് കഴിയണം. മൂപ്പര് കിട്ടാതെ ഇനിയിപ്പോൾ അതിന് നൗഷാദിന് കിട്ടൂല ഉറപ്പാ. ഇനി എവിടെങ്കിലും ഈ മാഷ പിന്നാലെ അയസനെ കൂടിയിട്ട് മാഷ ഇത് സ്വഹീയനാണ്, ജീവനുണ്ട് എന്ന് സ്ഥാപിച്ചു കൊടുത്താൽ മാഷ എന്താ ചെയ്യാ? എന്നാ പിന്നെ ഇസ്തിഗാസ നടത്തിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, അത് ചെയ്യാൻ പറ്റും എന്ന് പറയേണ്ടി വരൂലേ? അപ്പൊ ഇയാൾക്ക് സ്ഥലം എന്താ മൂപ്പര് ചെയ്യാ? ഇതിന് ജീവനുണ്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾക്ക് സ്ഥഴീൻ എന്ന ആയത്ത് മൂപ്പര് എന്താ ചെയ്യാ? പിന്നെ എന്താ ചെയ്യാ? ഒമൻ അല്ലല്ലോ മിമ്മയില്ല എന്ന ആയത്ത് എന്താ ചെയ്യാ? ഈ ആയത്തൊന്നും പിന്നെ മൂപ്പര് എടുക്കാൻ പറ്റൂല. കാരണം എന്താ? ഇസ്തിഗാസ ചെയ്യാൻ തെളിവായി. നമ്മളെ സംബന്ധിച്ചോ നീ സ്വഹീഹല്ല, ബുഖാരിയിലുണ്ട് എന്ന് ഒരു മൂലയിൽ തെളിയിച്ചു കൊണ്ട് വിചാരിക്കാം. ആയിക്കോട്ടെ ഉസ്താദ്, ഞങ്ങൾ പണ്ടേ പറഞ്ഞതല്ലേ സ്വഹീഹായിട്ടും കാര്യമില്ലാന്ന്, പിന്നെ എന്തിനാ കൊണ്ടുവരണത് എന്നല്ലേ നമ്മൾ ചോദിക്കാനുള്ളൂ. ഒരു മൂലയിൽ അടുങ്കാളായി തേടി പിടിച്ച് എവിടുന്ന് ഒരു പഴയ ബുഖാരിന്റെ കോപ്പിറ്റ് വന്നു, ഇതാ എൻ്റെ വീട്ടിലുള്ള ബുഖാരിയിൽ ഈ ഹദീസ് ഉണ്ട്. ആയിക്കോട്ടെ, ബുഖാരിയിൽ ഉണ്ടായിട്ടും കാര്യമില്ല, ഇത് ഇസ്തിഗാസക്ക് തെളിവല്ല. ഇയാൾക്കാണ് ഇവിടെ വാക്കിയുണ്ട്.
ഇന്നത് ഒഴുകും ബാക്കിയുണ്ട്, ഒമന അള്ളാഹു ആയത്ത് ബാക്കിയുണ്ട്. ഒരു തകരാറും സംഭവിക്കുന്നില്ല. ഇയാളെ വാദപ്രകാരോ ജീവൻ തെളിഞ്ഞിട്ടാൽ ഈ ആയത്തൊക്കെ പൊളിഞ്ഞു, തൗഹീദെല്ലാം പൊളിഞ്ഞു, എല്ലാ സുലും പൊളിഞ്ഞു. അപ്പൊ ഇത്രയും കാലം തൗഹീദും ശിർക്കും വേർതിരിക്കാൻ നാം സ്വീകരിച്ച മാനദണ്ഡം എന്തോ ആ മാനദണ്ഡത്തിൽ നിന്ന് ഇപ്പൊ 2012 ചില മനുഷ്യന്മാർ തെറ്റിപ്പോയി. അവരെ കൂടെ ഈ വിഷയം ഇതേ രൂപത്തിൽ കൈകാര്യം ചെയ്ത ചില ആളുകൾ മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഓലൊപ്പം കൂടി കൊടുത്തു. എന്നിട്ട് എല്ലാം കൈക്കലാക്കിയിട്ട് ഈ ഇത്രയും കാലം പറഞ്ഞ നിലപാട് അത് പറഞ്ഞവനൊക്കെ പുറത്താക്കിയിട്ട് ഞങ്ങൾ മാത്രം ഉള്ളിൽ മതി എന്ന് പറഞ്ഞ് ഒന്നാകെ പുറത്താക്കിയാലും വേണ്ടില്ല, അകത്ത ആളില്ലെങ്കിലും വേണ്ടില്ല, ഈ സാധനം അമൃത്തുണ്ടായാൽ മതി, എത്ര പേടും സീനും കൈക്കലായാൽ മുജാഹിദ് പ്രസ്ഥാനം ആയി എന്നാ ചന്ദ്രൻ വിചാരിച്ചത്. ഇത് മനുഷ്യന്മാരെ മനസ്സിലാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നുള്ളത് തിരിച്ചറിഞ്ഞില്ല. ഏതായിരുന്നാലും നാം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പേരിൽ നമ്മൾ തമ്മിൽ അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ തർക്കിക്കേണ്ടവരല്ല, ഭിന്നിക്കേണ്ടവരല്ല. പക്ഷെ വിഷയമെന്ത് കൃത്യമായി പ്രാമാണികമായി നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഒരാളും ഏത് വിജനപ്രദേശത്തും യാഴിബാധ വിളിക്കാൻ പോടില്ല. ചിലർക്ക് വിജനപ്രദേശം തന്നെ മനസ്സിലായിട്ടില്ല. ഒരു ചങ്ങായി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ബദറിൽ യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ ആ വിജനമായ പ്രദേശത്തും പോലെ അള്ളാനെ വിളിച്ചത് എന്ന്. 1300 ആളവിടെ ഉണ്ട്, 1000 മുസ്ലിങ്ങളുണ്ട്, 313 മുസ്ലിമീങ്ങളുണ്ട്. എന്നിട്ട് പറയും ആ വിജനപ്രദേശത്ത് നിന്ന്. അപ്പൊ 1300 ആളുള്ളത് മുപ്പര് കാണുന്നില്ല. അപ്പൊ എവിടെയും ജനപ്രദേശം വിജനപ്രദേശം എവിടെയും നമ്മുടെ വിളി യാ അല്ലാ എന്ന് തന്നെയാണ്, അല്ലാത്തൊരു വിളി നമുക്കില്ല. പിന്നെ ഭൗതികമായി കാര്യകാല ബന്ധങ്ങൾക്കുള്ളിൽ മനുഷ്യന്മാർ പരസ്പരം സഹായിക്കുന്ന സഹായങ്ങൾ ഉപയോഗപ്പെടുത്താം, അത് ചോദിക്കാം, പറയാം, കൊടുക്കാം, വാങ്ങാം, അത് തെറ്റല്ല. അനുവദിക്കപ്പെട്ട എല്ലാ മര്യാദയും പാലിച്ചുകൊണ്ട്. എന്നാൽ ജിന്ന് ഭൗതികമാണ് എന്നതുകൊണ്ട് ആ ജിന്നോട് ചോദിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ജിന്ന് ഭൗതികമാണെന്ന് വന്നതുകൊണ്ട് കാര്യകാല ബന്ധത്തിനുള്ളിൽ ജിന്ന് പലതും ചെയ്യും. സാഹിറിനെ സഹായിക്കും, കാഹിനെ സഹായിക്കും, അതേപോലെ അവിശ്വാസികളെ സഹായിക്കും, തെമ്മാടികളെ, തോന്നിവാസികളെ എല്ലാം ശൈത്താൻ സഹായിക്കും. ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ മുഖ്യശത്രു എന്ന പുസ്തകത്തിൽ വിശദമായി വിശദീകരിച്ചു കള്ളൊടിക്കുന്ന മനുഷ്യന് പിശാച് കൊടുക്കുന്ന സഹായം. അതുകൊണ്ട് നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോൾ കിട്ടാത്ത തഖ്വ ജാടത്ത് പോകുമ്പോൾ ഖുറാഫി കിട്ടുന്നത്. ഈ തഖ്വ എവിടുന്ന കിട്ടുന്നത്? അല്ലാഹ് കൊടുക്കില്ല. ജാടത്തിലേക്ക് പോണ മനുഷ്യൻ തഖ്വ കിട്ടുന്നു. ഈ തഖ്വ പൈശാചികമായ തഖ്വയാണ്, കപടമായ തഖ്വയാണ്. അതുകൊണ്ട് അവിടെ പോയി കുടുങ്ങിയവന് പിന്നെ അവിടുന്ന് പോരാൻ കഴിയൂല. വേഴച്ച സ്വലാത്തിന് മമ്പുറത്ത് കൊണ്ട ആള് സ്ഥിരമായിട്ട് പോകും, അവന് പോരാൻ കഴിയില്ല. എന്താ? ആ ഭക്തി പിശാച് നൽകുന്ന ഭക്തിയാണ്. സിദ്ധന്മാരെ പിന്നാലെ പോകുന്നവൻ അവിടുന്ന് ഒഴിവായി പോരുക, ഓന അയാളെ സ്വന്തം ആളായി മാറും. അതെന്തുകൊണ്ട്? പിശാച് നൽകുന്ന ചില ആസ്വാദനങ്ങൾ അതിൽ അവനുണ്ട്. വ്യഭിചരിക്കുന്ന മനുഷ്യനെ കിട്ടുന്ന ആസ്വാദനം പൈശാചികമാണ്, അത് ദൈവികമല്ല. ഓനെ സുഖം ഉണ്ടാക്കി കൊടുക്കും ശൈത്താന്, ഓനെ സമാധാനം കൊടുക്കും, ഓനെ ഭക്തി ഉണ്ടാക്കി കൊടുക്കും. ഇതിലൂടെ ഓനെ പിടികൂടും, ഇതിൽ ശിർക്കിലേക്ക് കൊണ്ടുപോയി നരകത്ത് കൊണ്ടുപോയി തള്ളിയിടും. അതാണ് ശൈത്താന്റെ ആവശ്യം. ഇങ്ങനെ ഭൗതികമായി അവൻ ഇടപെടും എന്നതുകൊണ്ട് ഭൗതികമായ കാര്യം പരസ്പരം ഓനോട് ചോദിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം ഒന്ന്, അവൻ ശിർക്കിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി കാത്തുക്കള മനുഷ്യനാണ്. അവിടെ ഓനുമായി ഒരു ബന്ധവും നമുക്കില്ല. ശിർക്കിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കാത്തുക്കള മനുഷ്യനാ. അതുകൊണ്ട് ഓനുമായി ഒരു ബന്ധവും നമുക്കില്ല. ഒരു ജാടത്തിലേക്ക് നമ്മൾ സിയാറത്തിന് പോയില്ല. മറ്റവനൊക്കെ ജാടത്തിന് പോയിട്ട് തങ്ങളോട് ചോദിക്കാൻ പോകുക, എന്നാൽ നമ്മൾ ഖബർ സിയാറത്തിന് പോവുക, നമ്മൾ പോകേണ്ട ജാടത്തേക്ക് ഇല്ല. എന്തുകൊണ്ട്? അത് ശിർക്കിന്റെ കേന്ദ്രമാണ്. അവിടെ എല്ലാ ശിർക്കും ഖുറാഫാത്ത് നടക്കുന്നു. പിന്നെ ഞാൻ അവിടെ സിയാറത്തിന്റെ പേരും പറഞ്ഞ് നമ്മൾ പോകില്ല. എന്ന പോലെ ശൈത്താൻ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ പിന്നാലെ കൂടിയവനാണ്. അത് ഓനുമായി ഒരു ബന്ധവും നമുക്കില്ല, ഒരു ചോദ്യം ഓനോടില്ല, ഒരു ഇടപാടും ഓനോടില്ല. അവനെ ശത്രുവായി കണ്ട് ശത്രുവായി മാറ്റി നിർത്തി അല്ലാഹ് പറഞ്ഞ പോലെ ഫത്തഖിദൂഹു അദുവ്വാ, അവനെ അദുവ്വായി തന്നെ നിങ്ങൾ കാണുക. അതുകൊണ്ട് ഓനത്തിൽ ഒരു ഇടപാട് നമുക്കില്ല, ഒരു ചോദ്യം നമുക്കില്ല, ഒരു ബന്ധം നമുക്കില്ല. നാം അവനെ ശത്രുവായി കാണുന്നു, ശത്രുവിനോട് പെരുമാറുന്ന പോലെ പെരുമാറുന്നു. അല്ല ഭൗതിക എന്ന് വന്നോട് ചോദിച്ചുകൂടെ എന്ന് പറഞ്ഞാൽ പറ്റൂല, ചോദിക്കാൻ പറ്റൂല. ശിർക്കിലേക്ക് അവൻ നമ്മെ നയിക്കും. അതോടൊപ്പം അല്ലാഹു റസൂലും പഠിപ്പിക്കാത്തൊരു മാർഗമാണ് എന്നതുകൊണ്ട് അത് അനിസ്ലാമികമായി മാറുകയും ചെയ്യും. ഏതായിരുന്നാലും ജിന്നുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ ഒരു അഭിപ്രായ വ്യത്യാസം, ഇത്തരം അടിസ്ഥാന വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു അവസരം കൂടി ആയി എന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് തിരിച്ചറിയുക, കൃത്യമായി കാര്യങ്ങൾ പഠിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ച് തൽക്കാലം ഈ അവതരണം അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി
ഇതുമായി ബന്ധപ്പെട്ട വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടാക്കി ചോദിക്കണമെന്നില്ല, ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ആവശ്യമുള്ള ക്ലിയർ ആവാൻ ബാക്കിയുള്ള വല്ലതും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാക്കി അപ്പോൾ വിശദീകരിക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ദീനീ വിഷയം കൈകാര്യം ചെയ്യുന്ന ആ ഒരു തലത്തിൽ തന്നെ നാം ഇതിനെ കാണുക. അല്ലാത്ത മറ്റു താല്പര്യങ്ങളോ പറഞ്ഞ് മീതെ നിൽക്കാനുള്ള രീതികളോ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിക്കൂടാ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സംശയ നിവാരണത്തിനുള്ള അവസരമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തോൽപ്പിക്കുവാനോ ജയിക്കുവാനോ ഉള്ള ഒരു പരിപാടിയല്ല, മറിച്ച് അറിയുവാനും അറിയിക്കുവാനും വേണ്ടി നമ്മുടെ പ്രവർത്തകർ നമുക്കിടയിലുള്ള വിഷയങ്ങൾ സംശയ നിവാരണത്തിന് വേണ്ടി ഒരുക്കിയ പരിപാടിയാണ്. നമ്മളൊക്കെ പത്രം വായിക്കുന്നവരാ. ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കായികമേള മലപ്പുറത്തും, അതുപോലെ റബീഉൽ അവ്വൽ വന്ന് മുജാഹിദ് പ്രസ്ഥാനം മയ്യത്തായി എന്നും പറഞ്ഞിട്ട് ഖുറാഫികൾ പൂർവാധികം ശക്തിയോടുകൂടി അവരുടെ പ്രചരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത്. അതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് നമുക്ക് ഒരു ഗുണകാംക്ഷയോട് കൂടിയിട്ട് നമ്മുടെ പ്രവർത്തകർക്കിടയിലുള്ള സംശയവും പരസ്പരം ശിർക്കാരോപണവും അതിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി മനസ്സിലാക്കുവാനാണ് എന്നത് എല്ലാവരും ബോധ്യപ്പെടുക. സംശയ നിവാരണത്തിന് വേണ്ടി ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവിടെ പിന്നിലുള്ള ചെയറിൽ ഇരിക്കുകയും ഓരോരുത്തർ ഈ ഫ്രണ്ടിലിട്ടിട്ടുള്ള ചെയറിൽ വന്ന് നിങ്ങളുടെ സംശയങ്ങൾ ഫൈസൽ മുസ്ലിയാരുമായി ചർച്ച ചെയ്ത് ഉപചോദ്യമുണ്ടെങ്കിൽ അതും ചോദിച്ച് നിങ്ങൾക്ക് മാറി രണ്ടാമത് ആൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഇതുകൊണ്ട് നമുക്ക് നബിദിനം അനിസ്ലാമികം എന്ന ഇക്കാലം വരെ നമ്മൾ പ്രമേയവുമായി സംസാരിച്ച് നമുക്ക് വേണ്ടി ഉത്ബോധനം നൽകിയിരുന്ന ഫൈസൽ മുസ്ലിയാരാണ് നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത്. അതിൻ്റെ നോട്ടീസുകളും പ്രചരണങ്ങളുമായി നടക്കുന്ന നമ്മളാണ് ചോദ്യം ചോദിക്കുന്നത്. ഇതൊന്നും നമ്മൾ മറന്നുകൂടാ. നമുക്കിടയിൽ പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാനുണ്ടാകുന്ന കാരണം ഈ യാ ഇബാദുല്ലാ അഈനൂനി എന്ന ഹദീസ് 22 മിനിറ്റ് വിശദീകരിച്ച ഏക സലഫി പണ്ഡിതൻ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫിയാണ്. അത് ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന ജിദ്ദ ഇസ്ലാഹി സെൻറ്ററിൽ വെച്ചിട്ട് അത് ആ സംസാരത്തിനൊക്കെ ശേഷം മടവൂർ ഗ്രൂപ്പിൻ്റെ സൗദി നാഷണൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന നാസർ സുല്ലമിയാണ് ഇന്നലെ ഇവിടെ വന്നിട്ട് ഞാൻ കേട്ടു പറഞ്ഞ പിന്നെ പ്രവർത്തകർ പറഞ്ഞു യാ ഇബാദുല്ലാ അഈനുനി എന്നത് ശിർക്കില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് പോവാം, ശിർക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന സംഘടനയിൽ നിൽക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്ന് മിനിയാന്ന് മടവൂർ ഗ്രൂപ്പിൻ്റെ നാഷണൽ ലെവലിലുള്ള ഒരാളാണ് ഈ പ്രവർത്തകർ ഈ സൂപ്പർ ബസാറിൻ്റെ ഒക്കെ ഭൂമിക പറഞ്ഞു കേട്ടിട്ട് എനിക്കറിയാം. വളരെ കഷ്ടപ്പെട്ട് മറ്റുള്ള സുന്നികൾക്കൊക്കെ ഇടയിൽ ദാവത്തുകൾ നടത്തി ഒരു പള്ളിയും സംവിധാനമൊക്കെ ആയി ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വിഭാഗത്തിൻ്റെ നേരെ ശിർക്കാരോപിക്കുകയും പ്രവർത്തകരെ മാനസികമായി ധ്രുവീകരിച്ച് നിൽക്കുമ്പോൾ സംഘടനയിൽ നിൽക്കണോ നിൽക്കണ്ടേ, ആരെ പുറത്താക്കണ്ടെന്ന് പറയുന്നത് മിനിയാന്ന് മടവൂർ ഗ്രൂപ്പിൻ്റെ നാഷണൽ ലെവലിൽ നിന്ന് വരുന്ന നേതാവാണ്. അതോ നിർദ്ദേശം കൊടുക്കുന്നതോ യാ ഇബാദുല്ലാ അഈനുനി എന്ന ഹദീസിൽ ഒരു പ്രശ്നമില്ല, അതിനകത്ത് വിളിയില്ല, ഇബാദത്തിൻ്റെ പരിധി വരുന്നില്ല എന്ന് 22 മിനിറ്റ് വിശദീകരിച്ച അബ്ദുറഹ്മാൻ സലഫിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇത് നമുക്കൊരു യാഥാർത്ഥ്യം ഇതിൽ നിന്ന് ബോധ്യമായാൽ ഒരു മടിയും കൂടാതെ അൽഹംദുലില്ലാ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തോണ്ട് എനിക്ക് ഈ സംശയം തീർന്നു എന്നുള്ള ഒരു നസീഹ നമ്മളെ മനസ്സിൽ വേണം. അതല്ലാതെ ഞാൻ ചോദിച്ച് അതിൻ്റെ ഇടയിൽ എനിക്കൊരു പ്രയാസം ഉണ്ടായി അങ്ങനെ ഒരു കൊത്തി വലിക്കുന്ന അനസ് മുസ്ലിയാർ പറഞ്ഞു ഒരു കൊത്തി വലിക്കുകയോ ഒരു മുട്ട് കൊത്തിക്കുകയോ ഒന്നും ചെയ്യുന്ന പരിപാടി ഇവിടെ ഇല്ല. അതുകൊണ്ട് വളരെ സതുദ്ദേശത്തോടു കൂടി ചോദിക്കുകയും പറയുന്ന മറുപടി വളരെ ഇഖ്ലാസോടു കൂടി നമ്മളത് കേൾക്കുകയും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് അംഗീകരിച്ചു, എനിക്കത് ബോധ്യപ്പെട്ടു എന്നൊരു ചിന്ത ഉണ്ടാകുക. മറിച്ച് എന്ത് തന്നെയായാലും എനിക്കത് കേട്ടാലും ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന നിലപാട്. രണ്ടാലൊരു ഉമറിനെ കൊണ്ട് അള്ളാഹുവെ നീ ദീനിനെ ശക്തിപ്പെടുത്തണമെന്ന് റസൂലിനെ പ്രാർത്ഥിച്ചപ്പം ആ ഭാഗ്യം കിട്ടിയത് ഉമർ അള്ളാഹുവിനാണ്. അബൂജാഹിലിന് കിട്ടാതെ പോയത് എന്താ ധിക്കാരപരമായ മനസ്സാണ്. ഉമർ അള്ളാഹു ധീരനായിരുന്നു. സത്യം കേട്ടാൽ ബോധ്യപ്പെടാനുള്ള മനസ്സുണ്ടായതുകൊണ്ട് അള്ളാഹു താല ഹിദായത്ത് നൽകുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി നമുക്കിടയിലുള്ള വിഷയങ്ങൾ അവസാനിക്കണം, ഇങ്ങനെ ഒരു ഇനി ഉണ്ടാവരുത്. വളരെ ഐക്യത്തോടു കൂടി അന്തസ്സോടു കൂടി നമുക്ക് പ്രവർത്തിക്കണം. അങ്ങനെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം ഉണ്ടാകുകയും ചെയ്യണം. അതിനു വേണ്ടി ആയിരിക്കണം ഈ പ്രവർത്തനം എന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഞാൻ മുനീർ വെളിമുക്ക്. ഇന്നലത്തെ ക്ലാസ് കേട്ടിരുന്നു. അതിൽ അവസാനം ചോദിച്ച ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. യാ ഇബാദുല്ലാ എന്ന ഹദീസ് അത് വിശദീകരിച്ച
സലഫി പണ്ഡിതന്മാരിൽ ആരെങ്കിലും ആ രൂപത്തിലുള്ള ജിന്നിനോടുള്ള വിളി ഷിർക്കല്ല, ഹറാമും വസിലത്തു ഷിർക്കുമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതോടൊപ്പം ചോദിക്കുന്നത്, എൻ്റെ ചോദ്യം അത് അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്, അതോടൊപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത് ഷിർക്കാണ് എന്ന് ഏതെങ്കിലും സലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? യാഴിബാദല്ലാ അഴീനൂനി എന്ന ഹദീസ് 2 തരത്തിലാണ് ചോദിച്ചത്. ഒന്ന്, അതിൻ്റെ വിശദീകരണത്തിൽ ആരെങ്കിലും ഷിർക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഷിർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഷിർക്ക് ഇല്ല എന്ന് പറഞ്ഞവർ വസിയത്തു ഷിർക്കും ഹറാമുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. വളരെ പ്രസക്തമാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹദീസ് ചർച്ചയ്ക്ക് വന്നിട്ട് 1400 കൊല്ലമായി. ഇബ്നു അബ്ബാസിൻ്റെ അവിടെ മുതൽ ഇങ്ങോട്ടുന്നുണ്ട് ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടു പോരുന്നുണ്ട്. അപ്പോൾ അന്ന് മുതലുള്ള കിതാബുകളിൽ ഇത് സ്ഥാനം പിടിച്ചിട്ടുമുണ്ട്. ഇമാം തൊബറാനിയും ബൈഹഖിയും ഇബ്നു അബി ഷൈബയും അതേപോലെ ബസ്സാറും അബൂ യഅലയും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അഹ്മദാണ് ഇത് പ്രകാരം പ്രാവർത്തികമാക്കി എന്ന് ഇമാം ബൈഹഖിയും മറ്റും പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ശേഷക്കാരായ പല പണ്ഡിതന്മാരും ഇത് പ്രാവർത്തികമാക്കി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ചർച്ച വരുന്നത് യഥാർത്ഥത്തിൽ ഖുറാഫികളായ ആളുകൾ ഇതിനെ ദുർവ്യാഖ്യാനിച്ചിട്ട് ഇസ്തിഹാസയിലേക്ക് കൂട്ടി ഘടിപ്പിച്ചപ്പോഴാണ് ഇത്തരം ചർച്ച അതിൽ വരുന്നത് തന്നെ. അതിന് മുമ്പുള്ള കാലങ്ങളിൽ ഇത് ഈ ഒരു തലത്തിൽ ചർച്ച വന്നിട്ടില്ല. അന്ന് ചർച്ച വന്നത് ഒന്ന് സ്വഹിയാണോ അല്ലേ എന്ന ചർച്ച വന്നിട്ടുണ്ട്. യാത്രക്കാരൻ പടയേണ്ടുന്ന ഒരു വാചകമായിട്ടാണ് അതിനു മുമ്പുള്ള പണ്ഡിതന്മാരൊക്കെയും ഇതിനെടുത്തു പറഞ്ഞത്. ഒരാരും ഇത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ഇപ്പോൾ ഇമാം തൊബറാനി ഇത് ഉദ്ധരിച്ചിട്ട് തൊട്ടുടനെ ഹദീസിൻ്റെ പദം കഴിഞ്ഞ ഉടനെ ഇമാം തൊബറാനി പറഞ്ഞു, വഖദ് ജുർരിബ ദാലിക, ഇത് പരീക്ഷിക്കപ്പെട്ട കാര്യമാകുന്നു എന്ന് പറഞ്ഞു. ഇബ്നു മുബാറക് റഹിമഹുല്ലാ ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹം ഒരു യാത്രയിൽ വഴിതെറ്റിയപ്പോൾ അദ്ദേഹത്തോട് കൂടെയുള്ളവർ പറഞ്ഞു, ഇങ്ങനെ ഹദീസ് ഉണ്ടല്ലോ, വഴിതെറ്റിയ യാഴിബാദല്ലാ അഴീനൂനി പറഞ്ഞാൽ മതി എന്നൊരു ഹദീസ് ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ സനദൊന്ന് കാണണം. സനദ് അവർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സനദ് തൃപ്തികരമായ സനദായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് നബിയിലേക്ക് തൃപ്തികരമായ സനദ് കാണാതെ ഞാനിത് പ്രാവർത്തികമാക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ യാത്രക്കാരൻ അത്തരം ഘട്ടത്തിൽ പറയേണ്ടുന്ന ഒരു വാചകം എന്ന അർത്ഥത്തിലാണ് അത് ചർച്ച ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് സ്വഹിയാണെങ്കിൽ പറയാം, സ്വഹി അല്ലെങ്കിൽ പറഞ്ഞുകൂടാ എന്ന തരത്തിലായിരുന്നു അന്നത്തെ ചർച്ചകൾ. അപ്പോൾ സ്വഹി അല്ല എന്ന് മനസ്സിലായവർ എന്ത് ചെയ്തു? പറയാൻ പറ്റൂല. സ്വഹി ആന്ന് മനസ്സിലായവരോ ഓരത് പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹ്മദ് അത് പറഞ്ഞു. കാരണം അദ്ദേഹം ഒരുപക്ഷെ സ്വഹിയാണ് എന്ന് ധരിച്ചവരായിരിക്കാം. നവവി ഇമാമ് തൻ്റെ അദ്കാറിൻ അവിടെ ചർച്ച വന്നത്, അഖീദ കിതാബിലല്ല ചർച്ച വന്നത്. ലോകത്ത് അഖീദ കിതാബിലേക്ക് ഈ വിഷയം ചർച്ച വരുന്നത് ഖുറാഫികൾ ഇത് ദുർവ്യാഖ്യാനിച്ചതിന് ശേഷമാണ്. അതിനു മുമ്പ് ലോകത്തെ അഖീദ കിതാബിൽ ഇത് സ്ഥാനം പിടിച്ചിട്ടില്ല. ഇമാം ബൈഹഖി തൻ്റെ ആദാബിലാണ് എടുത്തു കൊടുത്തത്. അത് ഓരോ ദിവസത്തിലും പാലിക്കേണ്ട വ്യത്യസ്ത മര്യാദകൾ, ഭക്ഷണ മര്യാദകൾ, യാത്രാ മര്യാദകൾ, ഇങ്ങനെ ഓരോ മര്യാദ വിശദീകരിക്കുന്ന കിതാബിൽ യാത്രക്കാരന് വാഹനം നഷ്ടപ്പെട്ട പറയേണ്ട വാചകം എന്ന പേരിൽ എടുത്തു കൊടുത്തത്. ഇബ്നു സുന്നി തൻ്റെ അമലുൽ യൗമി വല്ലൈല എന്ന കിതാബിലാണ് കൊടുത്തത്, രാവും പകലും ചെയ്യേണ്ട അമലുകൾ. അപ്പോൾ ഓരോ സമയത്ത് ഓരോ മനുഷ്യൻ ചെയ്യേണ്ട അമൽ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ യാത്ര പോവുകയാണെങ്കിൽ ആ യാത്രയിൽ ചെയ്യേണ്ട എല്ലാ അമലും പറഞ്ഞ കൂട്ടത്തിൽ എന്ത് പറഞ്ഞു? വഴിയിൽ വെച്ച് വഴി തെറ്റുകയോ അല്ലെങ്കിൽ വാഹനം നഷ്ടപ്പെടുകയോ ചെയ്താൽ ഓനിങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ അവിടേക്ക് ആ തലത്തിലെ ചർച്ച വന്നിട്ടുള്ളൂ. നവവി ഇമാം ഇത് കൊണ്ടുവന്നത് അദ്കാറിലാണ്. ജീവിതത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ദിക്റുകൾ വിശദീകരിക്കുന്നിടത്ത്, ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും എല്ലാമുള്ള ദിക്റുകൾ പറഞ്ഞ കൂട്ടത്തിൽ യാത്രക്കാരൻ ചൊല്ലേണ്ടുന്ന ദിക്റുകളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ബാബുമായ ഖൂലു ഇദം ഫലതത്തിദ്ദാബ്ബ, മൃഗം ചാടിപ്പോയാൽ പറയേണ്ടത് എന്ന പേരിലാണ് അദ്ദേഹം എടുത്തു കൊടുത്തത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അൽ കലിമു ത്വയ്യിബ് എന്ന കിതാബിൽ ഇത് ചർച്ചയാക്കി. അന്നും ഖുറാഫികൾക്ക് മറുപടിയായിട്ടല്ല, അവരന്നത് ആ നിലയ്ക്ക് വ്യാഖ്യാനിച്ചിട്ടുമില്ല. അദ്ദേഹം ജീവിതത്തിലെ വ്യത്യസ്ത സമയങ്ങളിൽ പറയേണ്ടുന്ന നല്ല നല്ല വചനങ്ങൾ, അതാ കലിമു ത്വയ്യിബ്, നല്ല നല്ല വചനങ്ങൾ വിശദീകരിക്കുന്നിടത്ത് യാത്രക്കാരന് വാഹനം നഷ്ടപ്പെട്ടാൽ ഇങ്ങനെ പറയാം എന്ന് അദ്ദേഹം എടുത്തു കൊടുത്തു. ശൈഖുൽ ഇസ്ലാമിന്റെ ശിഷ്യൻ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അൽ വാബിലു സ്വയ്യിബ് എന്ന കിതാബിലും ഇതേ ഉദ്ദേശത്തിൽ അദ്ദേഹം എടുത്തു കൊടുത്തു. അതേപോലെ ഷൗക്കാനി അദ്ദേഹത്തെ തുഹ്ഫത്തുൽ ദാക്കിരീൻ, ദിക്ർ ചൊല്ലുന്നവർക്കുള്ള സമ്മാനം, ദിക്ർ ചൊല്ലാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ചൊല്ലാൻ പറ്റിയ കുറേ ദിക്റുകൾ അദ്ദേഹം ക്രോഡീകരിച്ച് കിതാബാക്കി കൊടുത്തു.
ആ കിതാബിലാണ് യാത്രക്കാരൻ്റെ വാഹനം നഷ്ടപ്പെട്ടാൽ പറയേണ്ടത് എന്ന പേരിൽ എതിർത്ത് കൊടുത്തത്. അപ്പം അവരൊക്കെ ചർച്ച ചെയ്തത് ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ്. അന്നൊന്നും ഈ ഹദീസിനെ അഖീദയുമായി കൂട്ടിക്കെട്ടിയിട്ടില്ല. ശിർക്ക് തൗഹീദ് ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് ഈ ഹദീസിനെ അവരാരും കണ്ടിട്ടേ ഇല്ല. യാത്രക്കാരൻ ഇങ്ങനെ പറയാൻ പറ്റുമോ പറ്റൂലേ, ഹദീസ് ഉണ്ടെങ്കിൽ സ്വഹീ ആണെങ്കിൽ പറയാം, സ്വഹീ അല്ലേ പറയാൻ പറ്റൂല, ആ ചർച്ചയെ അവിടെ ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് സൈനി ദഹ്ലാൻ എന്ന് പറയുന്ന ഖുബൂരി പണ്ഡിതൻ 1200-കളിൽ ജീവിച്ച, ഹിജറ 1200-കളിൽ ജീവിച്ച സൈനി ദഹ്ലാൻ, അയാൾ ഇസ്തിഗാസയ്ക്ക് പല തെളിവും കൊണ്ടുവന്ന കൂട്ടത്തിൽ ഈ തെളിവും കൊണ്ടുവന്നു. അപ്പം നമ്മൾ ചോദിക്കുക വസ്അമിൻ ഖബ്ലിക മിൻ റുസുലിനാ എന്ന ആയത്തിൽ ശിർക്ക് ഉണ്ടെന്ന് ലോകത്താരെയും പറഞ്ഞേക്കണോ ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? പറഞ്ഞിട്ടില്ലല്ലോ. ശിർക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുമില്ല. എന്തുകൊണ്ട്? വസ്അമിൻ എന്ന ആയത്ത് കാന്തപുരം ഓതുന്നതിന് മുമ്പ് ലോകത്തൊരാളും ആ വിഷയത്തിന് തെളിവാക്കിയിട്ടേ ഇല്ല. അതുകൊണ്ട് അതിന്റെ തഫ്സീറിൽ ഒരു സ്ഥലത്തും ഈ വസ്അമിൻ ശിർക്കല്ല എന്ന് പറയില്ല, ശിർക്കാണെന്നും പറയില്ല. എന്നാൽ നമ്മളൊന്ന് എന്ത് ചെയ്യും? വസ്അമിൻ ശിർക്കാണോ എന്ന് കാന്തപുരം ചോദിക്കും, ശിർക്കല്ല നമ്മൾ പറയും. ഞങ്ങളെ വാദപ്രകാരം ശിർക്കാകണ്ടേന്ന് തിരിച്ചു ചോദിക്കും. അപ്പം ഒരു പുതിയ വിഷയത്തിലേക്ക് ഒന്നിനെ കൊണ്ടുപോകുമ്പോൾ ആ വിഷയത്തിൻ്റെയും ചർച്ച വരും. സൈനി ദഹ്ലാൻ ഈ ഹദീസിനെ തെളിവാക്കി. എന്തിന്? അഭൗതികമായ വെളിവിളിക്കാൻ. അപ്പം ചർച്ച വന്നു, ഇത് അഭൗതികമായ വെളിവിളിക്കാൻ തെളിവാണോ അല്ലേ? അതിനുശേഷം വിശദീകരിച്ച സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു അഭൗതികമായ വിളി ഇതിൽ ഇല്ല. അത് എല്ലാവരും പറഞ്ഞു. അഭൗതിക വിളി ഉണ്ടെങ്കിൽ ശിർക്ക് തന്നെ എന്ന് പറഞ്ഞവരൊക്കെ ഒരു വിളി അഭൗതിക വിളിയാണെങ്കിൽ അത് ശിർക്കാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച പണ്ഡിതന്മാർ അവരെ കിതാബിൽ ഈ ഹദീസ് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഇത് അഭൗതിക വിളിയല്ല. അപ്പം ഇതിനർത്ഥം എന്താണ്? ഇത് ശിർക്കല്ല. അഭൗതിക വിളി, ഗായിബിനോടുള്ള വിളി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള വിളി, അത് ദുആയാണ്, റബ്ബിനോടേ പാടുള്ളൂ എന്ന് പഠിപ്പിച്ച ലോകത്തെ സലഫി പണ്ഡിതന്മാർ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹം ശക്തമായി ഇവരെ ഇസ്തിഗാസയ്ക്കെതിരെ സംസാരിച്ച ആളാണ്. ആ ഇബ്നു തൈമിയ്യയുടെ കിതാബിലടക്കം ഈ ഹദീസ് ഇത് പ്രാവർത്തികമാക്കാൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹം കൊണ്ടുവന്നു. ഇബ്നു തൈമിയ്യയുടെ അതേ പാത പിൻപറ്റിയ ഇബ്നു ഖയ്യിം, ആ ഇബ്നു ഖയ്യിമും ഈ ഹദീസ് പ്രാവർത്തികമാക്കാന്ന് പറഞ്ഞു. ഷൗക്കാനി ഇസ്തിഗാസയ്ക്കെതിരെ അതിശക്തമായി സംസാരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ കിതാബിലും ഇത് കൊണ്ടുവന്നു. അപ്പൊ അവർക്ക് മനസ്സിലാക്കി എന്താണ്? ഇതൊരു അഭൗതിക വിളി എന്ന വകുപ്പ് ഇതിൽ വരുന്നില്ല. അതാണ് പിന്നെ സൗദിയിലെ ഗ്രാൻഡ് മുഫ്തിയായ ഇബ്നു ബാസിനോട് ചോദിച്ചു ഈ റിവായത്തിനെ കുറിച്ച്, ഈ റിവായത്ത് ഇതിന്റെ യഥാർത്ഥം എന്ത് എന്ന് ചോദിച്ചപ്പോൾ മസായിദുൽ ഇമാം ഇബ്നു ബാസ് ഇതിൽ അദ്ദേഹം പറഞ്ഞു സുഇല ശൈഖുൻ ഹദീസ് യാ ഇബാദല്ലാഹി ബിസു, അള്ളാഹിന്റെ അടിമകളെ തടഞ്ഞു വെക്കൂ എന്ന് പറയുന്ന ഹദീസിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. അതിന് മറുപടി മഹല്ലുൽ നദ്ലിം ഫീ സിഹ്ഹതിഹി, ഇത് സ്വഹീഹാണോ എന്നത് പരിശോധിക്കേണ്ട വിഷയമാണ്. വഖദ് യകൂനു മിനൽ മലായികതി, ഇതൊരു പക്ഷേ മലക്കുകളാവാം. വമിൻ മുഅ്മിനി അൽ ജിന്നി, വിശ്വാസികളായ ജിന്നുകളാവാം. വഹഉലായി, ഈ രണ്ട് കൂട്ടരും ഹാലിറൂന, ഹാജറുള്ളവരാണ്. വലൈസ ദുആഅൻ ലിഗായിബിൻ, ഇത് ഗായിബിനോടുള്ള ദുആ അല്ല. ഗായിബിനോടുള്ള ദുആ ശിർക്കാണ് എന്ന് സ്ഥാപിച്ച ഇബ്നു ബാസ് പറഞ്ഞു ഇത് ഗായിബിനോടുള്ള ദുആ അല്ല, അഥവാ ഇത് ശിർക്കല്ല എന്നർത്ഥം. ഇത് ചർച്ച ചെയ്തതൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. ഇത് ഗായിബിനോടുള്ള ദുആ അല്ല, അഭൗതികമായ വിളിയല്ല, ഇത് കേവലം ഭൗതികമായ ഒരു വിളി മാത്രമേ വരുന്നുള്ളൂ എന്നാണ് അവരൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ശിർക്കില്ല എന്നൊരാളും പറഞ്ഞിട്ടില്ല, ശിർക്കുണ്ടെന്നും പറഞ്ഞിട്ടില്ല. ആ പദം യാഴിബാദ എന്ന റിപ്പോർട്ട് ശിർക്കാകുന്നു എന്ന് ലോകത്തൊരാളും പറഞ്ഞിട്ടില്ല. ആ മത്തിന്, ആ ടെക്സ്റ്റ്. എന്നാൽ ഈ മത്തിന് ശിർക്കല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനത്തെ പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇത് അഭൗതിക വിളി ആണോ അല്ലേ എന്ന ചർച്ച വന്നിട്ടുണ്ട്. ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരൊറ്റ പണ്ഡിതനും ഇത് അഭൗതികമായ വിളിയാണെന്ന് പറഞ്ഞിട്ടില്ല, ഇത് ഗായിബിനുള്ള വിളിയാണെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഇത് ചർച്ച ചെയ്ത എല്ലാവരും ഈ സൈനി ദഹ്ലാൻ കൊണ്ടുവന്നു ഇത് അഭൗതിക എന്ന് പറഞ്ഞവക്കാരാണ്? ഖുറാഫികളാണ്. യാഴിബാദ എന്ന വിളി അഭൗതിക വിളിയാണ് എന്ന് ലോകത്ത് സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഖുറാഫികളാണ്. എന്തിനാ അവർ സ്ഥാപിക്കണത്? അഭൗതിക വിളിയാണെന്ന് വന്നു കിട്ടിയാൽ അഭൗതിക വിളി വിലക്ക് അംഗീകരിച്ചല്ലോ, അപ്പം ഞങ്ങൾക്ക് അഭൗതിക വിളി വിളിക്കാം എന്നായി. അതാണ് ഒലവെപ്പ്. യാഴിബാദ എന്നത് അഭൗതിക വിളി തന്നെയാണ്, ദുആ തന്നെയാണ് എന്നാണ് ഒരു ഖുറാഫികൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അത് സ്ഥാപിതമായി കിട്ടിയാൽ അവർക്ക് കണക്കിൽ എന്തായി? അഭൗതിക വിളിക്ക് കുഴപ്പമില്ല എന്ന് വന്നു.
ആ അഭൗതിക വിളി ഇബ്നു അബ്ബാസ് അംഗീകരിച്ച വിളിയാണെന്ന് വന്നു. ആ അഭൗതിക വിളി തൊബറാനി അംഗീകരിച്ചു എന്ന് വന്നു. ആ അഭൗതിക വിളി ഇമാം അഹ്മദ് അംഗീകരിച്ചു എന്ന് വന്നു. ആ അഭൗതിക വിളി ബൈഹഖിയും ഇബ്നു അബീ ഷൈബയും അബൂ യഅലയും ബസ്സാറും അംഗീകരിച്ചു എന്ന് വന്നു. ആ അഭൗതിക വിളി ഇബ്നു തൈമിയ്യ ഇബ്നു ഖയ്യിമും അംഗീകരിച്ചു എന്ന് വന്നു. ആ അഭൗതിക വിളി ശൗക്കാനി അംഗീകരിച്ചു എന്ന് വന്നു. അലവി സഖാഫിന്റെ തഫ്സീർ ഇസ്തിഗാസ ചരിത്രത്തോട് നിൽക്കുന്ന എന്ന പുസ്തകത്തിൽ ശൗക്കാനിയുടെ ഇസ്തിഗാസ കൊടുത്തിട്ടുണ്ട്. ശൗക്കാനിയുടെ ഇസ്തിഗാസ ഏതാ കൊടുത്തത്? ഈ വിളിയാണ്. ഈ വിളി എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു വഹാബികൾക്ക് സുസമ്മതനായ ശൗക്കാനി പോലും ഇസ്തിഗാസ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇത് അഭൗതികമാണ്, ഇത് ദുആ തന്നെയാണ് എന്ന് ലോകത്ത് വാദിച്ചത് ഖുറാഫികളാണ്. അതിന് സലഫികൾ പറഞ്ഞു ഇത് അഭൗതികമല്ല, ഇത് ദുആ അല്ല, അവിടെ ശിർക്കുമല്ല. ഇത് ശിർക്കാണെന്ന് നമ്മൾ പറയലാണ് ഓല ആവശ്യം. എന്നാ ഓൽക്ക് പാരമ്പര്യമായി. അതുകൊണ്ട് ആ മൂവാറ്റുപുഴ സംഭവത്തിൽ ഈ വിളി കൊണ്ടുവന്നിട്ട് ഇത് അഭൗതികമായ വിളിയല്ലേ എന്ന് അവർ ചോദിച്ചപ്പോൾ അവിടെ കായക്കൊടി അനീഫ്ക പറഞ്ഞു ഈ വിളി അഭൗതികം തന്നെയാണ്, ദുആ തന്നെയാണ്, ശിർക്ക് തന്നെയാണ്. ശിർക്ക് ആര് ചെയ്താലും ശിർക്ക് തന്നെ, ഇമാം അഹ്മദ് ചെയ്താലും ശിർക്ക് തന്നെ, നബവി ചെയ്താലും ശിർക്ക് തന്നെ, ശൗക്കാനി ചെയ്താലും ശിർക്ക് തന്നെ. അപ്പം നൗഷാദ് എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടി, ഇനി ഞങ്ങൾ വേണ്ടതുപോലെ ആഘോഷിച്ചു കൊള്ളാം. കിട്ടേണ്ടത് ഞങ്ങൾക്ക് കിട്ടി, ഇനി ഞങ്ങൾ വേണ്ടതുപോലെ ആഘോഷിച്ചു കൊള്ളാം. ഓർക്ക് കിട്ടേണ്ടത് എന്താണ്? ഇത് അഭൗതികമാണ്, ശിർക്ക എന്നുള്ള വാദമാണ്. അപ്പം ലോകത്ത് ഖുറാഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇത് അഭൗതികമാണ്, അഭൗതികമായാലും ശിർക്ക് വരുവാൻ സ്ഥാപിക്കാൻ വേണ്ടിയാണ് പോലും പറഞ്ഞത്. അപ്പം നമ്മൾ പറഞ്ഞ അഭൗതികമല്ല, ഗായിബിനുള്ള ദുആ അല്ല, ഇത് ഹാദിറായ അവിടെ ഉണ്ടായേക്കാനിടയുള്ള വല്ല ജിന്നോ മലക്കോ ഒരു വിളി കേട്ട് ഓടി വരും, കാര്യകാരണത്തിന്റെ ഉള്ളിൽ ഓല് ഓടി വരും, മൃഗത്തെ തടഞ്ഞു വെക്കും എന്നത് മാത്രമേ ഉള്ളൂ സ്വഹിയാണെങ്കിൽ. പക്ഷെ സ്വഹിയല്ല. അപ്പോൾ അഭൗതികമല്ല, ശിർക്കില്ല എന്നാണ് ലോകത്തുള്ള സലഫി പണ്ഡിതന്മാരൊക്കെ ഇതിന് അവർക്ക് മറുപടി കൊടുത്തത്. ഖുറാഫികൾ സ്ഥാപിക്കാൻ ശ്രമിച്ചു ഇത് അഭൗതികമാണ്, വിളി ദുആ തന്നെയാണ്, എന്നിട്ടും ശിർക്കായിട്ടില്ലല്ലോ എന്നായിരുന്നു അവരുടെ ആവശ്യം. പിന്നുള്ളത് വസിയത്തു ശിർക്കും ഹറാമും പറഞ്ഞോ എന്നാണ്. അതും പറഞ്ഞിട്ടില്ല, പറയേണ്ട കാര്യവും ഇല്ല. ഈ റിപ്പോർട്ടിൽ വസിയത്തു ശിർക്ക് എന്ന വകുപ്പ് വരുന്നില്ല. അതുണ്ട്, നമ്മളും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല, നമ്മളും പറഞ്ഞിട്ടില്ല. വസിയത്തു ശിർക്ക് എന്ന വകുപ്പ് ഇതിൽ വരുന്നില്ല. ഹറാമുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ട്? ഹദീസ് സ്വഹീഹല്ല എന്നതുകൊണ്ട്. ഇനി ഹറാം എന്നാരും പറഞ്ഞിട്ടുണ്ടോ? അത് പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ഒരു ഹദീസ് സ്വഹീഹാണോ അല്ല എന്ന് ചർച്ച ചെയ്യുമ്പോൾ ദഈഫാണ് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമൽ ചെയ്യാൻ പറ്റൂല. ഒരു ഹദീസ് ചർച്ച ചെയ്യുമ്പോൾ ദഈഫാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞാൽ അതിനർത്ഥം എന്തായി? ഇനി ഇത് പ്രകാരം പ്രവർത്തികമാക്കാൻ പറ്റൂല. ദഈഫാണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല എന്ന് പറയണമെന്നില്ല. ദഈഫാൻ തെളിഞ്ഞിട്ടാൽ പിന്നെ അമൽ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ നിസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥനയ്ക്ക് സുന്നികൾ തെളിവുകൊണ്ടല്ലുണ്ട്. നമ്മളെന്ത് പറയും? അങ്ങനെ ഹദീസില്ല, സ്വഹീഹല്ല. എന്നാൽ ഈ ഹദീസ് വിശദീകരിച്ച് ആരെങ്കിലും കൂട്ടുപ്രാർത്ഥന ഹറാമാ നടക്കണോ വെച്ചാലോ അത് പറയേണ്ട ആവശ്യമില്ല. ഒരിക്കൽ തെളിവ് ഈ ഹദീസാണല്ലോ. ഹദീസ് ഇല്ലാതെ തെളിഞ്ഞിട്ടാൽ അത് പോയി. സുബഹിക്ക് ഖുനൂത്ത് ഓതാൻ പോലത്തെ ഹദീസ് കൊണ്ടുവരും. നമ്മളെന്താ പറയുക? ഈ ഹദീസ് ദഈഫാണ്, സ്വഹീഹല്ല. അപ്പോൾ ചോദിക്കുക, ഈ ഹദീസ് വിശദീകരിച്ച് ആരാണ് മുൻകാലത്ത് ഖുനൂത്ത് ഹറാം എന്ന് പറഞ്ഞത്? പറഞ്ഞത് ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. ഹദീസ് കൊണ്ടെന്നെന്താ? ഇത് തെളിവായിട്ടാണ്. ആ ഹദീസ് സ്വഹീഹല്ല എന്ന് വന്നാലോ തെളിവല്ല എന്ന് വന്നു. എന്ന പോലെ വിജനപ്രദേശത്ത് യായബാധ വിളിക്കാൻ തെളിവെന്താണ്? ഈ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടില്ലെങ്കിലോ പിന്നെ വിളിക്കാൻ പാടില്ല. അപ്പം ഹറാമാണ് എന്ന് മുൻഗാമികൾ പറയട്ടെ പറയാതിരിക്കട്ടെ, ഒരു ഹദീസ് ദഈഫാകുന്നതോട് കൂടി ആ ഹദീസ് പ്രകാരം പിന്നെ നമ്മൾ പ്രവർത്തികമാക്കാൻ വകുപ്പില്ല. പിന്നെ വസിയത്തു ശിർക്ക് പറഞ്ഞത് എവിടെയാണ്? അത് ജിന്നിനോടുള്ള സഹായത്തേട്ടം എന്ന വിഷയത്തിലാണ്. ജിന്നിനോട് സഹായം ചോദിക്കുക എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അത് ഇതിലേക്ക് ചിലർ ബോധപൂർവം കൂട്ടിഘടിപ്പിച്ചു. യാഴിബാദുള്ള വേറെ, ജിന്നിനോട് സഹായം ചോദിക്കൽ വേറെ. ജിന്നിനോട് സഹായം ചോദിക്കുക എന്നത് അത് മറ്റൊരു പൊതുവിഷയം. ആ വിഷയത്തിൽ എപ്പോൾ ശിർക്ക് വരും, എപ്പോൾ ശിർക്കല്ലാതാകും, എപ്പോൾ വസീലയാകും, എപ്പോൾ ഹറാമാകും, അത് ചർച്ച യഥേഷ്ടം കിതാബിലുണ്ട്. അത് പലരുടെയും കിതാബിൽ ചർച്ച വന്നിട്ടുണ്ട്. അത് ശിർക്കായ വിളി പറഞ്ഞവരുണ്ട്, ശിർക്കല്ലാത്ത പറഞ്ഞവരുണ്ട്, ഹറാമ് പറഞ്ഞവരുണ്ട്, വസീല പറഞ്ഞവരുണ്ട്, എല്ലാം ഉണ്ട്. സൗദിയിലെ പിന്നെ പണ്ഡിത സഭ ലജ്നയുടെ ഫത്വയിൽ നമുക്കിത് കാണാൻ കഴിയും. ഫത്വയിൽ അവർ നൽകി ലാ യജൂസു ഇസ്തിഖ്ദാമുൽ ജിന്നിയി ബിഅയ്യി നൗഇൻ മിൻ ഇസ്തിഖ്ദാം. ജിന്നിനെ ഒരു തരത്തിലുമുള്ള ഉപയോഗപ്പെടുത്തൽ നമുക്ക് ജായിസല്ല, അനുവദനീയമല്ല. ലിഅന്ന ദാലിക മിനൽ ഇസ്തിആനതി ബിൽ ജിന്നി വശയാത്തീൻ. അത് ജിന്നി പിശാചിനോട് സഹായം ചോദിക്കുക എന്ന വകുപ്പിലേക്കാണ് വരുന്നത്. വഹിയ മുഹറമത്തുൻ, അത് ഹറാമാണ്. വസീലത്തുൻ മിൻ വസായിദി ശിർക്കി, അത് ശിർക്കിൻ്റെ
വഴികളിൽപ്പെട്ട ഒരു വഴിയുമാണ്. രചനയുടെ ഫത്വയുണ്ട്. അതേപോലെ മറ്റൊരു ഫത്വയിൽ ഇതിൽ ബക്കർ അബൂ സയ്യിദ്, അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, സ്വാലിഹ് ഫൗസാൻ, അബ്ദുല്ലാഹി ഇബ്നു ഖുദിയാൻ, ഇബ്നു ബാസ് ഇവരെല്ലാം പങ്കെടുത്ത യോഗത്തിലാണ് ആ ഫത്വ നൽകിയത്. അവർ പിന്നെ അതിൽ തന്നെ ബക്കർ അബൂ സയ്യിദും സ്വാലിഹ് ഫൗസാനും അബ്ദുല്ലാഹി ഇബ്നു ഖുദിയാനും അബ്ദുൽ അസീസ് ആലു ഷെയ്ഖും പങ്കെടുത്ത മറ്റൊരു ഫത്വയിലും പറഞ്ഞു ലാ തജൂസുൽ ഇസ്തിആനതു ബിൽ ജിന്നി മുത്ലഖൻ, ജിന്നിനോട് നിരുപാധികം സഹായം ചോദിക്കൽ പാടില്ല. ഷിർക്കാകാനും പാടില്ല, ഷിർക്കാവാത്തും പാടില്ല. അർത്ഥം ഷിർക്കായതും പറ്റില്ല, അല്ലാത്തും പറ്റില്ല. അതാ മുത്തലഖൻ, നിരുപാധികം. ലിഅന്നഹും ആലമുൻ ഗായിബുൻ അന്നാ, കാരണം അവർ നമ്മെ തൊട്ട് അദൃശ്യരായ ഒരു ലോകമാണ്, നമുക്ക് അദൃശ്യമായ ലോകമാണ് അവർ. എന്നിട്ട് വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദു ബിറിജാലിൻ മിനൽ ജിന്നി ഫസാദുഹും റഹഖാ എന്ന ആയത്ത് കൊടുത്തു. വഹാദ അലാ സബീലിൽ ഇൻകാരി ലിൽ ഇസ്തിആനത്തി ബിഉമൂമിൽ ജിന്നി, ജിന്നിനോടുള്ള മൊത്തം ഇസ്തിആനത്തിനെ എതിർക്കുന്ന രൂപത്തിലാണ് ഇത്. വലി അജ്ലി സദ്ദി ദരീഅത്തി ശിർക്ക് ബില്ലാഹി അസ്സ വജല്ല, ഷിർക്കിലേക്കുള്ള പഴുത് അടക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ അതിൽ ഷിർക്കാകുന്ന വിളിയുണ്ട്, ഷിർക്കാവാത്ത വിളിയുണ്ട്. രണ്ടും നമുക്ക് പാടില്ല. ഷിർക്കായത് ഏതായാലും പാടില്ല, ഷിർക്കല്ലാത്ത വിളിയുണ്ട്, അതും പാടില്ല. അത് ഷിർക്കിലേക്കുള്ള വഴിയാണ്. അവിടെയാണ് വസിയത്തു ഷിർക്ക് പറഞ്ഞത്, ഷിർക്കിലേക്കുള്ള വഴി. യാ ഇബാദ ചർച്ച ചെയ്ത് കൊടുത്ത ആരും ഷിർക്കും പറഞ്ഞിട്ടില്ല, വസിയത്തു ഷിർക്കും പറഞ്ഞിട്ടില്ല. ഹറാമ് എന്ന് നാം ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഹദീസ് സ്വഹീഹല്ല, സ്വഹീഹല്ലാത്ത ഹദീസ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റൂല. ആ വകുപ്പിലാണ് എന്തുള്ളത് ഹറാമ് പറഞ്ഞത്. ഇപ്പോൾ ബറാത്ത് നോമ്പ് നോക്കാൻ പാടില്ല നമ്മൾ പറയും, എന്തുകൊണ്ട്? ഹദീസ് സ്വഹീഹല്ല, ഹദീസുകൾ കൊണ്ടുവരും. നമ്മളെന്ത് പറയും? സ്വഹീഹല്ല, നമ്മൾ നോക്കൂല. മിറാജ് നോമ്പ് ഒരു ഹദീസ് കൊണ്ടുവരും, നമ്മൾ പറയും സ്വഹീഹല്ല. എന്ന പോലെ ഇത് സ്വഹീഹല്ല, സ്വഹീഹല്ല വന്നതോടുകൂടി അത് പ്രകാരം പ്രാവർത്തികമാക്കുക എന്നുള്ളത് ദഈഫ് ഹദീസ് കൊണ്ട് അമൽ ചെയ്യുക എന്ന വകുപ്പിലേക്കാണ് മാറുക. അവിടെ ഹറാമ് വരും. ഇബാദത്ത് എന്ന അർത്ഥത്തിലാണോ? ബിദ്അത്തായി മാറും. ഇപ്പോൾ ഷൈബാൻ പറയുന്ന നോമ്പ് ബിദ്അത്താണ്. എന്തുകൊണ്ട്? ഹദീസ് സ്വഹീഹല്ലാത്തതുകൊണ്ട്. ഹദീസ് സ്വഹീഹാണെങ്കിലോ ബിദ്അത്തല്ലാതായി മാറി. അപ്പോൾ ഹദീസ് സ്വഹീഹല്ലാത്ത ഹദീസിൽ നിന്ന് കിട്ടുന്ന ഹദീസ് എന്ന അടിസ്ഥാനത്തിൽ ഇബാദത്ത് എന്ന അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ എന്തായി മാറും? അത് ബിദ്അത്തായി മാറും. അല്ലെങ്കിൽ ദഈഫ് ഹദീസ് അമൽ ചെയ്യാവുന്ന വകുപ്പിലേക്കാണ് അത് വരിക. ഇതിൽ യാബാദിൽ ദുആ ഇല്ല എന്ന് പറഞ്ഞ ഇബ്നു ബാസ് പറഞ്ഞു. മറ്റ് ചില പണ്ഡിതന്മാരുടെ പേര് ആർക്കുണ്ട്? ഞാൻ പറഞ്ഞു നേരത്തെ, പിന്നെ സൈനി ദഹ്ലാനാണ് ആദ്യമായി ഇത് അത്തരം വിളിക്ക് തെളിവായിട്ട് കൊണ്ടുവന്നത്. അന്ന് അതിന് മറുപടി കൊടുത്താലാണ് സിയാത്തുൽ ഇൻസാനിൽ ബഷീർ സഹ്സുവാനി എന്ന് പറയുന്ന സലഫി പണ്ഡിതൻ. അദ്ദേഹമാണ് ആ സൈനി ദഹ്ലാന് മറുപടി നൽകിയത്. സൈനി ദഹ്ലാൻ തെളിവാക്കിയപ്പോൾ അദ്ദേഹത്തിനെ ഗണ്ണിച്ചുകൊണ്ട് മറുപടി കൊടുത്തു. ഒന്ന് അബ്ദുറഹ്മാൻ നജ്ദി, അദ്ദേഹം ഖുറാഫികൾക്ക് സൂഫികൾക്ക് മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം ഈ വിഷയം ചർച്ച ചെയ്തു. അവിടെ അദ്ദേഹം പറഞ്ഞു, ഇൻ സ്വഹൽ ഹദീസു, ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ ഫലാ ദലീല ഫീഹി, ഇതിൽ തെളിവില്ല അലാ ദുആഇൽ മയ്യിത്തി വൽ ഗായിബി, മയ്യിത്തിനോടും ഗായിബിനോടും ദുആ ചെയ്യുക എന്നതിന് ഇതിൽ തെളിവില്ല. കാരണം ഫൈനൽ ഹദീസ വറദ ഫി അദ്കാരി സഫരി, ഒന്ന് ഇത് യാത്രയുടെ ദിക്റിന്റെ കൂട്ടത്തിലാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്. അതിനർത്ഥം മഅനാഹു അന്നൽ ഇൻസാന ഇദം ഫലതത് ദാബത്തുഹു വഅജസ അൻഹാ, ഒരു യാത്രക്കാരന് അയാളുടെ വാഹനം നഷ്ടപ്പെട്ടു പോവുകയും പിടിച്ചു വെക്കാൻ അയാൾക്ക് കഴിയാതിരിക്കുകയും ചെയ്താൽ ഫഖദ് ജഅലല്ലാഹു ഇബാദൻ മിൻ ഇബാദിഹി സ്വാലിഹീൻ, അള്ളാഹു ചില സ്വാലിഹീങ്ങളായ അടിമകളെ അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ഐ സ്വാലിഹി അൽ ജിന്നി അവിൽ മലായിക, ഒന്നുകിൽ സ്വാലിഹീങ്ങളായ ജിന്നുകൾ അല്ലെങ്കിൽ മലക്കുകൾ, ഔ മിമ്മൻ ലാ യഅലമുഹു മിൻ ജുന്ദിഹി സിവാഹു, അല്ലെങ്കിൽ പടച്ചറബിന് മാത്രം അറിയാവുന്ന അള്ളാഹുവിൻ്റെ മറ്റു വല്ല സൈന്യങ്ങളും. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു എന്ന ആയത്തും കൊടുത്തു. അതുകൊണ്ട് ഇതൊക്കെ ആയിരിക്കാം ഇതിലുള്ളത്. അല്ലാതെ ഇതെന്തല്ല, ഒരു ഗായിബിനെ വിളിക്കുക എന്ന വകുപ്പ് ഇതിൽ വരുന്നില്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതേപോലെ തൈസീറുൽ അസീസുൽ ഹമീദ് അതിലൂടെയും പറഞ്ഞു രണ്ട് നിലക്ക് മറുപടി. ഒന്ന്, ഇത് ലഈഫാണ്, ദുഅഫെല്ലാം വിശദീകരിച്ചു. എന്തുകൊണ്ട് ലഈഫ്? ഇന്ന് അവസാനം പറഞ്ഞു ഇനി വഹുവ അലാ തഖ്ദീർ സുബൂതിഹി, ഇത് സാബിത്താണ്, സ്ഥിരപ്പെട്ടതാണ് എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ഫഫീഹി നിദാഉൻ ലിൽ അഹ്യാഇ, ഇത് ജീവിച്ചിരിക്കുന്നവരെ വിളിക്കലാണ് വരുന്നത്. വതലബും മിൻഹും, അവരോടുള്ള ആവശ്യപ്പെടലാണ്. മാ യഖ്ദിറൂന അലൈഹി,
അവർക്ക് സാധിക്കുന്നൊരു കാര്യം ജീവിച്ചിരിക്കുന്ന ഒരാളോട് ചോദിക്കുക എന്ന വകുപ്പ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അല്ലാതെ എന്തല്ല മരിച്ചവരോടോ ഗോയബിനോടോ ചോദിക്കുക എന്ന വകുപ്പ് ഇതിൽ വരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്ത ആളുകൾ, അതേപോലെ ആഫ്രിക്കക്കാരനായ ഏറ്റവും വലിയ ഖുറാഫിയാണ് പിന്നെ ദിമഷ്ക് ഹബഷി, അബ്ദുല്ലാഹിൽ ഹബഷി, ആഫ്രിക്കയിലെ കാന്തപുരാണ് അയാൾ. അയാൾക്ക് മറുപടി എഴുതി അബ്ദുറഹ്മാൻ ദിമഷ്കി മൗസൂഅത്ത് അഹ്ലി സുന്ന. അതിലും അദ്ദേഹം ഇതേ മറുപടി പറഞ്ഞു. അതേപോലെ ഷെയ്ഖ് അബ്ദുൽ വഹാബിൻ്റെ പേരക്കുട്ടി അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഇവർക്ക് മറുപടി പറഞ്ഞപ്പോൾ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഷിയാക്കൾ തെളിവാക്കിയിട്ടുണ്ട്. ഇത് അലി ഇവരൊക്കെ വിളിക്കാൻ വേണ്ടി ഷിയാക്കൾ തെളിവാക്കിയിട്ടുണ്ട്. അവർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഇതേ അബ്ദുറഹ്മാൻ ദിമഷ്കി അവിടെ പിന്നെ ഷിയാക്കളുടെ അൽ-ഇസ്തിദ്ലാൽ ബിസുന്ന ഇൻദ ഷിഇയ്യ എന്ന ഗ്രന്ഥത്തിൽ എന്ത് ചെയ്തു അവർ തെളിവാക്കിയപ്പോൾ അവിടെയും അദ്ദേഹം ഇതേ മറുപടി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ സിയാത്തുൽ ഇൻസാനിൽ ബഷീർ സഹ്സുവാനി ഇതേ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ റൂഹുൽ ബയാൻ എഴുതിയ ഇമാം ആലൂസി, അല്ലാമ ആലൂസി, അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചൊരു ഖുറാഫി പണ്ഡിതനാണ് ഇബ്നു ജർജീസ്. ഈ ഇബ്നു ജർജീസിന് മറുപടി പറഞ്ഞുകൊണ്ട് ആലൂസി ഇതേ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഫതുഹുൽ മന്നാൻ ഫി ശുബഹി ളാലി ദഹ്ലാൻ എന്ന പേരിൽ ഈ ദഹ്ലാന് മറുപടി എഴുതിയ മറ്റൊരു പണ്ഡിത പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹവും ഇതേ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഖുറാഫികൾ തെളിവായി കൊണ്ടുവന്നപ്പോൾ അവർക്ക് ഖണ്ഡനം എഴുതിയവരൊക്കെ ഈ മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. ശേഷം സൽസബിയിലും അതും കൂടി കൂട്ടി പറയാം നമുക്ക്. 971 പയ്യോളിക്കാരൻ മുസ്യാർ തെളിവാക്കി. 971 പയ്യോളിയിൽ ഒരു മുസ്യാർ പ്രസംഗത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഔലിയാക്കന്മാരെ വിളിക്കാൻ തെളിവ് ഈ ഹദീസാണ്. അപ്പോൾ പിന്നെ മുസ്യാരുടെ ഒരു പരാമർശം 971 സൽസബിയിലേക്ക് ചോദ്യമായി വന്നു. 71 സൽസബിയിൽ തുടങ്ങിയത്. അന്നാണ് ഈ ചോദ്യം വന്നത്. അന്ന് ഉമർ മൗലവിയുടെ അംഗീകാരത്തോടു കൂടി അതെന്തൊരു മറുപടി കൊടുത്തു. എന്താ മറുപടി? ചോദ്യത്തിലെ വിഷയവും മുസ്യാർ അവതരിപ്പിക്കുന്ന രേഖയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. തൊട്ടുമുമ്പ് സുന്നി മുസ്യാർ പറയുന്നു, ഇബ്നു സുന്നയും തൊബറാനിയും നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ആളില്ലാത്ത വല്ല സ്ഥലത്തും പെട്ട് വല്ല സാധനവും നഷ്ടപ്പെട്ടു പോവുകയും സഹായം ആവശ്യമായി വരികയും ചെയ്താൽ, ഓ അള്ളാഹുവിൻ്റെ അടിമകളെ സഹായിക്കണേ എന്ന് പറയണം. നിങ്ങൾ കാണാത്ത ചില അടിമകൾ അള്ളാഹുവിനുണ്ട്. ഖണ്ഡനം: ഈ ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല. ആ ബലഹീനത വിശദീകരിച്ചു ദഈഫ് എന്ന് പറഞ്ഞു. എന്നിട്ട് ശേഷം ഇനി ഹദീസ് സ്വഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വാദം മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിച്ച് തേടുന്നത് അനുവദനീയമാണെന്നാണല്ലോ. അള്ളാഹുവിൻ്റെ അടിമകളെ സഹായിക്കണേ എന്നാണല്ലോ ഹദീസിലുള്ളത്. ഒരു വിജനപ്രദേശത്ത് ഒറ്റക്കകപ്പെട്ട് വിഷമം കൊടുമ്പിരി കൊള്ളുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസ് ലഭിക്കുന്നത്. സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ അള്ളാഹുവിൻ്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് ഹദീസിലെ ഉപദേശം. ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി ആരെങ്കിലും മൊഹീദ്ദീൻ ഷെയ്ഖെ എന്നെ രക്ഷിക്കണം എന്ന് വിളിച്ചു തേടിയാൽ അവരെ സഹായിക്കാൻ ആരും എത്തുകയില്ലെന്ന് മാത്രമല്ല, അവൻ അതുമൂലം കാഫിറായി പോകും. ഒരു സൃഷ്ടിയോടും പേരെടുത്തു പറഞ്ഞ് തേടുവാൻ ഇവിടെ ഉപദേശിച്ചിട്ടുമില്ല. അവൻ മൊഹീദ്ദീൻ ഷെയ്ഖെ വിളിച്ച ഷെയ്ഖ് വരൂല, എന്നാൽ ഇവിടെ പ്രത്യേകം ഏൽപ്പിച്ചവരുണ്ടെങ്കിൽ ഓല് വരും എന്നേ സ്വഹീ ആണെങ്കിൽ ഇതിൽ വരുന്നുള്ളൂ, പക്ഷെ സ്വഹീ അല്ലതാനും എന്നാണ് സൽസബിയിലും കൊടുത്തത്. 1980കളിൽ ഒരു മുസ്ലിയാർ പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗം ഷബാബിലേക്ക് ചോദ്യമായി വന്നു. അത് ചെറിയ മുണ്ടം ഇതേ മറുപടി ഷബാബിൽ എഴുതി. അത് പിന്നീട് പ്രാർത്ഥന തൗഹീദ് എന്ന പേരിൽ പിന്നീട് പുസ്തകമായി അത് പുറത്തിറങ്ങുകയും ചെയ്തു. പിന്നീട് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചർച്ച വന്നപ്പോഴെല്ലാം നമ്മളത് പറഞ്ഞു. 2004 മണ്ണാർക്കാട് സംവാദം. അന്ന് ഒരു കൊണ്ടുവന്നു മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാൻ തെളിവായിട്ട്. അപ്പം നമ്മൾ പറഞ്ഞു സ്വഹീ അല്ല, സ്വഹീ ആണെങ്കിലും നിങ്ങൾക്ക് തെളിവില്ല. 2001 ഷാർജ മുഖാമുഖം. അവിടെ ചോദിച്ചു, ഹുസൈൻ സലഫി ഇതേ മറുപടി കൊടുത്തു, സ്വഹീ അല്ല, സ്വഹീ ആണെങ്കിലും തെളിവല്ല. 2007 അത് തന്നെ ജബ്ബാർ മൗലവി ആ ആശയം അദ്ദേഹം എഴുതി. അതേപോലെ 2009 ജിദ്ദ മുഖാമുഖത്തിൽ നേരത്തെ പറഞ്ഞ ആ പരിപാടി അബ്ദുറഹ്മാൻ സലഫി വിശദീകരിച്ചു. 2009 തന്നെ ജാമിഅ നബവിയിലെ മുഖാമുഖത്തിലും അബ്ദുറഹ്മാൻ സലഫി വിശദീകരിച്ചു. 2011 ആലപ്പുഴയിൽ നടന്ന അൽ ഇസ്തിഖാമ എന്ന പരിപാടിയിൽ ജബ്ബാർ മൗലവിയും അനസ് മുസ്ലിയാരും ഞാനും പങ്കെടുത്ത പരിപാടിയിൽ
അന്ന് ജബ്ബാർ മുസ്ലിയെ സാക്ഷിയാക്കിക്കൊണ്ട് അനസ് മുസ്ലിയാർ പറഞ്ഞു, ഇതിൽ തകരാറുമില്ല, ഒരു പ്രശ്നം ഇതിലില്ല, അഭൗതികമല്ല, ശിർക്കിന് പ്രശ്നമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതേ 2011 തിരുവനന്തപുരം മുഖാമുഖത്തിൽ അനസ് മുസ്ലിയാരും ഞാനും അതേപോലെ മജീദ് സ്വലാഹിയും ഷംസുദ്ദീൻ പാലത്തും പങ്കെടുത്ത പരിപാടിയിൽ, അന്ന് ത്രാൻ സലഫിയും കായക്കൊടിയും ഏറ്റ പരിപാടി, പക്ഷേ രണ്ടാൾക്കും വരാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പകരം പോയതായിരുന്നു. ആ പരിപാടിയിൽ സഖാഫി ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. ഷൗക്കാനിയുടെ കിതാബ് വെച്ച് അയാൾ വന്നത്. അതിന് ആദ്യം അനസ് മുസ്ലിയാർ വിശദീകരിച്ചു. രണ്ടാമത് അയാൾ വീണ്ടും ഉപചോദ്യം വന്നപ്പോൾ ഞാനും വിശദീകരിച്ചു. രണ്ടുപേരും പറഞ്ഞെന്താണ്, ഷിർക്കിൻ്റെ പ്രശ്നം അതിലില്ല, ഇസ്തിഗാസക്ക് തെളിവില്ല, അങ്ങനത്തെ പ്രശ്നവും അതിൽ ഉദിക്കുന്നില്ല എന്നാണ് അവിടെയും പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഈ കാലം വരെ അംഗീകരിച്ചു പോന്ന ഒരു മറുപടിയാണ് അത് എന്നർത്ഥം. അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് വന്നപ്പോഴാണ് ഇതിനെ ഇസ്തിആനത്തുൽ ബിൽ ജിന്നി എന്ന വകുപ്പിലേക്ക് മാറ്റിയിട്ട് അതിൽ കൂട്ടിക്കെട്ടിയിട്ട് ആ വിഷയം കൊണ്ടുവന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും. ഇവിടെ നമ്മുടെ ചർച്ച ശിർക്ക് എന്താണ്, തൗഹീദ് എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ പുതിയ പ്രശ്നം, അതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ, ജിന്നുകളോട് ഏതെങ്കിലും അവസരത്തിൽ ഒരു വ്യക്തി സഹായം തേടിയാൽ അത് ശിർക്കാണോ അല്ലേ? ശിർക്കാണ് എന്ന് ഒരു വിഭാഗവും, അത് ശിർക്ക് ആരോപണമാണ്, അത് ശിർക്കല്ല ഹറാമാണ്, തൗസീലത്ത് ശിർക്കാണ് എന്ന് മറ്റൊരു വിഭാഗവും. അതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ മൂലം. അപ്പോൾ ഈ ശിർക്കാണ് എനിക്ക് കിട്ടുന്ന അവസരങ്ങളിൽ പറയാറ്, ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് വ്യക്തമായിട്ട് തന്നെ പറയാറുണ്ട്. അതിന് ഞാൻ പ്രമാണമാക്കിയത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഭൗതികം അഭൗതികം, ദൃശ്യം അദൃശ്യം, കാര്യകാരണ ബന്ധം, ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരു സാധാരണക്കാരോട് പറയുമ്പം കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും ഞാൻ സ്വീകരിച്ചൊരു മാനദണ്ഡം, അത് ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫൈസൽ മുസ്ലിയാരൊക്കെ തൗഹീദിൻ്റെ പ്രഭാഷണം നടത്തുമ്പോൾ ഉദ്ധരിക്കാറുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, അത് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും. അതായത് നിങ്ങൾ അവരെ വിളിച്ചാൽ, അവരെന്ന് പറയുമ്പോൾ അള്ളാഹുവിന് പുറമെ മനുഷ്യർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാം അതിൽ പെട്ടു. അത് കല്ലാവട്ടെ, മരമാവട്ടെ, മരിച്ചുപോയ മഹാത്മാക്കളാവട്ടെ, പ്രവാചകന്മാരാവട്ടെ, ജിന്നാവട്ടെ, മലക്കാവട്ടെ, ആരെ നിങ്ങൾ വിളിച്ചാലും ലാ യസ്മഉ ദുആഅക്കും, അവർ നിങ്ങളുടെ ദുആ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഇനി ആരെങ്കിലും കേട്ടു എന്ന് വിചാരിക്കുക, അവർ ഉത്തരം ചെയ്യുകയും ഇല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്യുന്ന ഈ ശിർക്കിനെ അവർ അന്ത്യനാളിൽ നിഷേധിക്കുകയും ചെയ്യും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഇതുപോലെ ഒരു വർത്തമാനം നിങ്ങൾക്ക് ആരും പറഞ്ഞു തരികയില്ല എന്നാണ്. അപ്പോൾ ഇവരാരെ വിളിച്ചാലും അവർ നിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ വിളി അല്ലെങ്കിൽ ഇസ്തിആനത്ത് സഹായം തേടാൻ അവർ കേൾക്കുകയില്ല. അതുകൊണ്ടാണ് മുഹദ്ദീൻ ശൈഖിനെയും ബദരീങ്ങളെയും മമ്പർത്ത് തങ്ങളൊക്കെ വിളിക്കുന്നത് ശിർക്ക്. കാരണം അവരിത് കേൾക്കുന്നില്ല. അവർ അഭൗതിക സൃഷ്ടികൾ എന്ന നിലക്കോ ഭൗതിക സൃഷ്ടികൾ ഏതായാലും ശരി, അവരിത് കേൾക്കുന്നില്ല. ഇതാണ് ഖുർആൻ പറയുന്നത്, അല്ലാഹ് പറയുന്നത്. ഇനി നിങ്ങൾ ഇവരിൽ ആരെങ്കിലും കേട്ടു എന്ന് വിചാരിക്കുക, അവർ നിങ്ങൾക്കൊരു ഉത്തരം ചെയ്യുകയില്ല. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ മുഹദ്ദീൻ ശൈഖിനെ വിളിച്ചാലും മമ്പർത്ത് തങ്ങളെ വിളിച്ചാലും ജിന്നിനെ വിളിച്ചാലും അവർ നിങ്ങൾക്ക് യാതൊരു സമാധാനവും യാതൊരു മറുപടിയും നിങ്ങൾക്ക് തരികയില്ല. ഇതേ പ്രകാരം തന്നെ നമ്മൾ സാധാരണ തൗഹീദ് പ്രഭാഷണം നടത്തുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഫൈസൽ മുസ്ലിയാരൊക്കെ നിരന്തരമായി ഓതാറുള്ളായത്താണ് ഒമൻ അള്ളു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ ഏറ്റവും വലിയ അക്രമിയാരാണുള്ളത്? എന്താണ് അവരുടെ പ്രത്യേകത? എന്തുകൊണ്ടാണ് അങ്ങനെയായത്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ നിങ്ങളുടെ വിളി കേൾക്കില്ല. ഇതേ പ്രകാരം തന്നെ ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹു മിൻ ഷൈ, യാതൊന്നിനും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല. അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, സഹായം തേടുന്നവർ ആരായാലും ശരി, ഇതിൻ്റെ പരിധിയിൽ മിൻ ദൂനില്ല എന്നതിൻ്റെ പരിധിയിൽ ജിന്നും മലക്കും പെടും. ഈ വിഷയം, ചില വിഷയങ്ങൾ നമ്മൾ പഠിക്കൽ, അത് ശ്രദ്ധിക്കൽ, അത് സമൂഹത്തിൽ ചർച്ചയായി വരുമ്പോഴാണല്ലോ. യാദൃശ്ചികമായി നമ്മുടെ സക്കരിയ സലാഹയുടെ പ്രസംഗത്തിൽ ഈ ആയത്തിന് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം ഇത് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മൂസാ നബി അലൈഹി സ്വലാം, എഴുസാ നബി അലൈഹി സ്വലാം, അതായത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ആരാധിക്കുന്ന മൂസ, എഴുസ,
മുശ്രിക്കുകൾ ആരാധിക്കുന്ന ഇബ്രാഹിം, ലാത്ത, ഉസ്സ ഇങ്ങനെ തുടങ്ങി ജിന്നുകൾ, മലക്കുകൾ, ഇവരോട് ആരോട് പ്രാർത്ഥിച്ചാലും സഹായം തേടിയാലും അത് അവർ കേൾക്കുകയില്ല, ഉത്തരവും ചെയ്യുകയില്ല. ഇത് തന്നെയാണ് ചില തഫ്സീറുകളിലും കാണാം. ജിന്നുകളെയും മലക്കുകളെയും ആ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തഫ്സീർ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല ഫൈസൽ മുസ്ലിയാർ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതേപ്രകാരം തന്നെ കസ്ബടെ സാലിഹ ജിന്നിനോട് സഹായം തേടുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ അള്ളാഹു അതിനെ നിഷേധിക്കുകയാണ്. സാലിഹ ജിന്നിനോട് അഭയം തേടിയിരുന്ന മുശ്രിക്കുകളോട് പറഞ്ഞത് നിങ്ങൾ അവരെ വിളിച്ചോളൂ, അവർ ഉത്തരം ചെയ്യുന്നത് നമ്മളൊന്ന് കാണട്ടെ എന്നാണ്. അതേപ്രകാരം തന്നെ അന്നഹു കാന റിജാലു മിനൽ ഇൻസി യഊദുന ബിറിജാലി മിനൽ ജിന്ന്, മനുഷ്യരിൽ ഒരു വിഭാഗം ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗത്തോട് സഹായം തേടിയിരുന്നു. അത് ജിന്നുകളിൽ അഹങ്കാരം വർദ്ധിപ്പിച്ചു എന്നാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഞാനിവിടെ ഫൈസൽ മുസ്ലിയാർ ഗണ്ണിക്കാനോ അതല്ലെങ്കിൽ ഒന്നും പറഞ്ഞാൽ എൻ്റെ ഒരു നിലപാട് ഞാനത് വ്യക്തമായും ഇവിടെ പലർക്കും അറിയാം. ഞാൻ വെള്ളിയാഴ്ച ഞാൻ ആകെ ചെയ്യുന്നൊരു പടിയാണ് വെള്ളിയാഴ്ച ചെറിയ രൂപത്തിൽ അതൊക്കെ ഞാൻ വ്യക്തമായി പറയാറുണ്ട്. അപ്പോൾ അത് തിരുത്തേണ്ടതുണ്ടോ, അത് ശരിയാണോ? അതായത് ജിന്നുകളോട് ഏതെങ്കിലും ഘട്ടത്തിൽ സഹായം തേടിയാൽ അത് ശിർക്കാകുമോ ഇല്ലേ? അപ്പോൾ അത് ആളുകൾക്ക് കുറച്ചും കൂടി മനസ്സിലാകാനും വേണ്ടിയിട്ട് ഒരു ചെറിയ ഉദാഹരണം പറയുകയാണ്. അതോടുകൂടെ എൻ്റെ ഈ സംശയം ഞാൻ നിർത്തുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഒരു ഞാൻ വീട്ടിൽ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത്, അട്ടപ്പാതിര സമയത്ത് ഭയങ്കര ഒരു ശബ്ദം കേട്ടു. അപ്പോൾ കള്ളന്മാർ വീട് കുത്തി തുറക്കുകയാണ്. ആ സമയത്ത് ഞാൻ ആദ്യം പടച്ചോനെ എന്താണെന്ന് പറഞ്ഞിട്ട് അള്ളാനെ വിളിച്ചു. പിന്നെ എൻ്റെ വീട്ടിൽ 2 കാവൽക്കാരുണ്ടെന്ന് വിചാരിക്കാം. ഒരുത്തൻ്റെ പേര് ഒരു വേലായുധൻ കുട്ടി, മറ്റൊന്നൊരു കോമുക്കുട്ടി. 2 ആളെയും വിളിച്ചു. ഇതാ കള്ളന്മാർ വന്ന് ഇവിടെ രക്ഷിക്കണം, പിടിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലൊരു കാവൽ നായയുണ്ട്. ആ നായയും ഈ കള്ളനെ പിടിക്കാൻ വേണ്ടി നായനെയും വേഗം വിളിക്കാൻ പറ്റുന്ന രൂപത്തിൽ നായനെയും വിളിച്ചു. പിന്നെ ബദരീങ്ങളും വിളിച്ചു. 100-300 ആൾക്കാരുള്ളതല്ലേ, ഓല് വന്നിട്ട് കള്ളന്മാർ പിടിച്ചോണ്ട് വെച്ചിട്ട് ബദരീങ്ങളും വിളിച്ചു. ഇനി തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിൽ വല്ല ജിന്നും ഉണ്ടെങ്കിൽ ആ ജിന്ന് വന്നിട്ട് ഈ കള്ളന്മാരെ പിടിക്കാൻ ജിന്നിനെയും വിളിച്ചു. ഇതിൽ ശിർക്ക് ഏതാണ്, ശിർക്കായ വിളി ഏതാണ്, ഹറാം ഏതാണ്, തൗസീലത്ത് ശിർക്ക് ഏതാണ്, ഹലാൽ ഏതാണ് എന്നൊന്ന് വിശദീകരിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആകും എന്ന ഒരു ധാരണയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇത്രയുമാണ്. ഇതിൽ എന്തെങ്കിലും അപാകതകൾ എൻ്റെ ചോദ്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. കരീമൗലി പറഞ്ഞെടുത്ത് തന്നെയാണ് 100% നമ്മളുള്ളത്. യാതൊരു അഭിപ്രായ വ്യത്യാസം ഈ പറഞ്ഞ വിഷയത്തിൽ എവിടെയും നമ്മൾ തമ്മിലില്ല. ഇന്തൂഹും ലായസ്മൗദ് വാഴക്കും എന്ന ആയത്തിൽ ജിന്നും പെടും, മലക്കും പെടും, മനുഷ്യനും പെടും, എല്ലാവരും പെടും. എനിക്ക് തോന്നുന്നത് കരീമൗലി അവസാനമായി എൻ്റെ പ്രസംഗം കേട്ടത് നിങ്ങളെ നാട്ടിൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് എൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. ആ പ്രസംഗത്തിലും ഈ ആയത്ത് ഞാൻ ഓതിയിട്ടുണ്ട്, ഈ തഫ്സീറും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്തൂഹും ലായസ്മൗദ് വാഴക്കും എന്ന ആയത്തോതുകയും അതിൽ ജിന്നും മലക്കും പെടുമെന്ന് ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അതേപോലെ ഒമൻ അദലു മിമ്മൻ യദ്ഉ മിൻ ദുനില്ലാഹി എന്ന ആയത്തോടെ ഓതിയിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണത്തിലും ഞാൻ ജിന്നും മലക്കും കൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. കടപ്പടി കരുവങ്കല്ലും നടത്തിയ പ്രസംഗത്തിൽ. അപ്പോൾ ഇതിലല്ല യഥാർത്ഥത്തിൽ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഇപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരേ ഗണ്ണിക്കല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മാതാ അമൃതാനന്ദമായി ജീവിച്ചിരിപ്പുണ്ട്. ആ അമൃതാനന്ദമയുടെ മുന്നിൽ ചെന്ന് അവളുടെ ഒരു ഭക്തൻ ആ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എന്നെ സങ്കല്പിക്കുക. അമ്മ ദൈവമാണ് വിശ്വസിക്കുന്ന അമ്മയുടെ ഭക്തൻ, എൻ്റെ ദോഷം പൊറുക്കണേ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചാൽ ആ ഭക്തനോട് നമുക്ക് ഓതാനുള്ള ആയത്ത് ഏതാ? ഇന്തദഉഹും ലാ യസ്മഉ ദുആഅക്കും. നിങ്ങളെ ദുആ അവർ കേൾക്കില്ല, കേട്ടു സങ്കല്പിച്ചാലും ഉത്തരം ചെയ്യില്ല. അള്ളാഹിൻ്റെ റസൂൽ ജീവിച്ചിരിപ്പുള്ള കാലത്ത് റസൂലുള്ളാഹിന്റെ മുന്നിൽ ചെന്ന് ഒരു മനുഷ്യൻ റസൂലിനോട് ദുആ ചെയ്താൽ അയാളോടും ഓതാനുള്ള ആയത്ത് ഏതാ? ഇന്തദഉഹും ലാ യസ്മഉ ദുആഅക്കും. ഒരു കല്ലിനോടോ മരത്തിനോടോ ജിന്നിനോടോ മലക്കിനോടോ പ്രാർത്ഥിച്ചാൽ അയാളോടും ഓതാനുള്ള ആയത്ത് ഏതാ? ഇന്തദഉഹും ലാ യസ്മഉ ദുആഅക്കും. ദുആ കേൾക്കാൻ ലോകത്ത് റബ്ബിന് മാത്രമേ കഴിയൂ, ഒരു പടപ്പിനും കഴിയില്ല. അമ്പിയാവിനും കഴിയില്ല, ഔലിയാവിനും കഴിയില്ല, ജിന്നിനും കഴിയില്ല, മലക്കിനും കഴിയില്ല. ഒരു സൃഷ്ടിക്കും പ്രാർത്ഥന കേൾക്കാൻ സാധിക്കില്ല. അതാണ് വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ദുആനെ കുറിച്ച് അവർ അശ്രദ്ധരാണ്. ഇനി ഒരു മനുഷ്യൻ പുഴയിൽ മുങ്ങുന്നു,
കരയിൽ അമൃതാനന്ദമായി ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ഓൾ അവിടെ നിൽക്കുകയാണ്, ഇപ്പം കാണുകയാണ്. അവൾ അവിടെ ഉണ്ട്. ഓൾ ഹയ്യാണ്, ഹാലിറാണ്, കാതിറാണ്. ഓൾ കരക്കുണ്ട്. ഈ മുങ്ങുന്ന മനുഷ്യൻ അമ്മയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഈ വിളിയുടെ വിധി എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? അമ്മ പുഴയിലേക്ക് ചാടി നീന്തി വന്ന് എന്നെ കൈ പിടിച്ച് കൊണ്ടുപോകും എന്ന അർത്ഥത്തിലാണ് ഇവൻ ചോദിച്ചതെങ്കിൽ ആ ചോദ്യം എന്തല്ല? ശിർക്കല്ല. സംശയമില്ലല്ലോ, ശിർക്കല്ല. അതേ മനുഷ്യൻ ഈ ഉദ്ദേശമൊന്നുമില്ല, അമ്മ ദൈവമാണ് അല്ലെങ്കിൽ ആ നിലക്ക് കഴിവുള്ളവളാണ്, ഓളൊന്ന് മനസ്സ് വെച്ചാൽ ഞാനിപ്പോൾ രക്ഷപ്പെടും എന്ന നിലക്കാണ് അമ്മയെ രക്ഷിക്കണമെന്ന് പറഞ്ഞതെങ്കിലോ അത് ശിർക്കുമാണ്. ഓരോ നമുക്ക് ഓതാനുള്ള ആയത്തേതാ? ഇന്തതും ലായസ്മോദു അഴക്കും. ഫസ്റ്റ് വിളിച്ച ആളോട് ഈ ആയത്ത് നമ്മൾ ഓതുവോ? ഇല്ല. എന്നാൽ രണ്ടാളുടെയും വിളി അമ്മ കേട്ടിട്ടുണ്ട്. അമ്മ പുഴയ്ക്ക് ചാടി വന്ന് നീന്തി രക്ഷപ്പെടുത്തും എന്ന് വിചാരിച്ചവൻ്റെ വിളിയും അമ്മ കേട്ടു. അമ്മ ദൈവാന്ന് വിശ്വസിച്ചിട്ട് ചോദിച്ചോൻ്റെ ചോദ്യവും അമ്മ കേട്ടു. അപ്പം ഇന്തതും ലായസ്മോദു അഴക്കും എന്ന ആയത്ത് ബെനിഫിറ്റ് ആവും. അപ്പോൾ രണ്ടാമതും കേട്ടില്ലേ? അവിടെയാണ് ദുആ കേൾക്കില്ല എന്ന പദം പ്രസക്തമാകുന്നത്. ഇവൻ്റെ ഈ ബാഹ്യമായ പദങ്ങൾ ഒരു പക്ഷെ കേട്ടേക്കാം. അത് അമ്മ ദൈവാന്ന് വിചാരിച്ച് വിളിച്ചോൻ്റെയും ഈ വിളി എന്തിട്ടുണ്ട്? അമ്മ കേട്ടിട്ടുണ്ട്. പക്ഷെ അല്ല പറഞ്ഞത് ലായസ്മോ ദുആഅക്കും, ദുആ കേൾക്കും. എപ്പം ചോദിക്കുക, നിങ്ങളല്ലേ പറഞ്ഞ ദുആ കേൾക്കൂലെന്ന്, നിന്റെ ദുആ ഓള് കേട്ടല്ലോ എന്ന് പറഞ്ഞാലോ ദുആ കേട്ടിട്ടില്ല. ദുആ കേട്ടിട്ടില്ല. ദുആക്ക് പദം വേണമെന്നില്ല. ദുആ വരുന്നത് കൽബിൽ നിന്നാണ്. ദുആ വരുന്നത് കൽബിൽ നിന്നാണ്. അത് കേൾക്കാൻ റബ്ബിന് മാത്രമേ സാധിക്കൂ. മറ്റോൻ അതിൻ്റെ ബാഹ്യമായ പദം മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇനി അതിനടിസ്ഥാനത്തിൽ ബാഹ്യമായ പ്രതികരണവും ഒരുപക്ഷെ ഉണ്ടായേക്കാം. പുഴയിൽ മുങ്ങിയ മനുഷ്യൻ കരക്കുള്ള അമ്മ ദൈവമാണെന്ന അർത്ഥത്തിൽ അമ്മയോട് പ്രാർത്ഥിച്ചു, ശിർക്ക് ചെയ്തു. ഈ വിളി കേട്ടപാട് അമ്മ നേരെ പുഴയ്ക്കിട്ട് ചാടി വന്ന് നീന്തി വന്ന് രക്ഷപ്പെടുത്തി കരക്ക് കൊണ്ടുപോയി. ഓൻ രക്ഷപ്പെട്ടു. ഓൻ പറയും, നിങ്ങളല്ലേ പറഞ്ഞത് ദുആ കേട്ടാലും ഉത്തരം ചെയ്യൂലാന്ന്. ഞാൻ ദുആ ചെയ്തു, അമ്മ കേട്ടു, ഓള് ഇറങ്ങി വന്ന് രക്ഷപ്പെടുത്തി. ഉത്തരം കിട്ടിയില്ലേ വെച്ചാലോ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ദുആക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഇവരെ ദുആയുടെ ലാഹിറായ ബാഹ്യമായ വിളി അമ്മ കേട്ടു. അതിന് ബാഹ്യമായ പ്രതികരണം ഉണ്ടാവുകയും ചെയ്തു. ആ പ്രതികരണം ദുആക്കുള്ള ഉത്തരമല്ല. ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ അല്ലാഹ് മാത്രം. അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅഹു. ദുആക്ക് ദുരിതത്തിലകപ്പെട്ടവൻ ദുആ ചെയ്താൽ ഉത്തരം ചെയ്യുന്നവനാര്? ഈ ദുരിതത്തിലകപ്പെട്ടവൻ അമ്മയോട് ദുആ ചെയ്തു, ഇവനെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചു അമ്മ, ചാടി ഇറങ്ങി നീന്തിപ്പോയിട്ട്. പക്ഷെ ഈ രക്ഷപ്പെടുത്തൽ എന്തല്ല? ദുആക്കുള്ള ഉത്തരമല്ല. അല്ലെങ്കിൽ ഈ ആയത്ത് അവിടെ പൊളിയും. ഈ ഘട്ടത്തിൽ പിന്നെ ഈ ആയത്ത് ഓതാൻ കഴിയില്ല. വിളിച്ചാൽ കേൾക്കൂല, കേട്ടാലും ഉത്തരം ചെയ്യില്ല. ഓനെന്ത് പറയാം? ഞാൻ വിളിച്ചപ്പോൾ കേട്ടു, കേട്ടപ്പോൾ ഉത്തരം കിട്ടി.